പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ പോകുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കേട്ടു കേൾവി മാത്രമെന്ന് ജനം പറയും, തക്ക വിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. കേട്ടു കേൾവി മാത്രമെന്ന് ജനം പറയും, തക്ക വിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. തടവറ പൊട്ടിക്കാൻ ദൈവം നിന്നെ നയിച്ചിടും, ഇടറും വലവും ദൂതന്മാരാൽ നിന്നെ നയിച്ചിടും. തടവറ പൊട്ടിക്കാൻ ദൈവം നിന്നെ നയിച്ചിടും, ഇടവും വലവും ദൂതന്മാരാൽ നിന്നെ നയിച്ചിടും. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ പോകുന്നു. എസ്റ്റേറ്റ് ചെയ്യുന്ന ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ് പുനഃസ്ഥാപിക്കുക എന്നുള്ളത്. കൈ സൂക്ഷിച്ചു പോയ മകനോട് പറഞ്ഞില്ലേ, ഈശോ പറഞ്ഞെന്താണ്? സ്ട്രെച്ച് ഔട്ട് യുവർ ഹാൻഡ്സ്. അപ്പോൾ നമ്മൾ 2:3 അല്ലേ, മർക്കോസിൻ്റെ സുവിശേഷം. കൈ ജന്മനാ സൂക്ഷിച്ചു പോയ ആളാണ്. അയാളെ കണ്ടപ്പോൾ ഈശോ അയാൾ കർത്താവിനോട് സുഖപ്പെടുത്താമെന്നും പറഞ്ഞില്ല. പക്ഷെ കണ്ടപ്പോൾ കർത്താവിന് കരുണ തോന്നി പറഞ്ഞു, സ്ട്രെച്ച് ഔട്ട് യുവർ ഹാൻഡ്സ്, നിൻ്റെ കൈ നീട്ടാൻ പറഞ്ഞു. അപ്പോൾ അയാളെന്നെ തിരിച്ചു പറഞ്ഞത്, അയാൾക്ക് ഞാൻ കൈ നീട്ടാൻ പറ്റത്തില്ലല്ലോ, അയാളുടെ കൈ ഇങ്ങനെ കുറുകി കൂടിയിരിക്കില്ലേ. ഐ കാൻ ജീസസ്, പറ്റണില്ല കർത്താവേ എന്ന് പറഞ്ഞു. പറ്റണില്ല കർത്താവേ. അത് വലിയ ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് സുഖം പ്രാപിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, ആരും നമ്മൾ ചോദിക്കാനില്ല. പക്ഷേ നമുക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമെന്ന് പറഞ്ഞാൽ, പക്ഷേ അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ കൊടുക്കാൻ നമുക്ക് നമ്മുടെ കയ്യിലില്ല. ഇറ്റ്സ് എ ട്രാജഡി. അത് ഈശോ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് അവർ ക്രെഡിറ്റ്. അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു ബാങ്കുകാരൻ നമുക്ക് ലോൺ തരാമെന്ന് പറഞ്ഞു വിചാരിച്ചു, അല്ലെ ഗവൺമെൻറ് തന്നെ നമുക്ക് സ്കീമിൽ പെടുത്തി വീട് വെച്ച് തരാം, 3-1 നിങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ സ്കീമൊക്കെ വരണത് അല്ലേ? അടുത്തതൊക്കെ കെട്ടിക്കാണിക്കണമെന്നൊക്കെ പറയും. അപ്പം അല്ലെങ്കിൽ സ്ഥലം നമുക്ക് വേണമെന്ന് പറയും. സ്ഥലം ഉണ്ടെങ്കിലേ വീട് തരത്തു. സ്ഥലവും വീടും തരത്തില്ലല്ലോ. സ്ഥലം ഉള്ളവർക്കാണ് വീട് കിട്ടുന്നത്. പക്ഷേ സ്ഥലവും ഇല്ലെങ്കിൽ എന്തു ചെയ്യും? അങ്ങനെ ഒരു മനുഷ്യനെയാണ് നമ്മൾ ഈ മർക്കോസിൽ കാണുന്നത്. എന്താ കാര്യം? ജന്മനായാൾക്ക് കൈ കുറുകിയിരിക്കുക. ഈശോയോട് എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ട്രെച്ച് ഔട്ട് യുവർ ഹാൻഡ്സ്, കൈ നീട്ടാൻ പറഞ്ഞ്. ഇത് ജന്മന കുറുകി ഇരിക്കണതിൽ എങ്ങനെ നീട്ടാൻ പറ്റും? അയാൾക്ക് അയാളുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റണില്ല. ദിസ് ഈസ് ദ സിറ്റുവേഷൻ. അയാൾക്ക് ആനുകൂല്യം കിട്ടാൻ പോകുന്നു, അനുഗ്രഹം കിട്ടാൻ പോകുന്നു, പക്ഷേ പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ ഇയാൾക്കില്ല. അങ്ങനെ 10,000 പ്രാർത്ഥിക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 3:2, മത്തായിയുടെ സുവിശേഷത്തിൽ 19:9 ശുശ്രൂഷ ഉള്ളത്, ഭാഗമുള്ളത്. കൈ സൂക്ഷിച്ചു പോയ മനുഷ്യൻ. ആ കൈ സൂക്ഷിച്ചു പോയ മനുഷ്യനാണത്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഈ വചനം തന്നുകൊണ്ടാണ് നമുക്കിത് നോക്കേണ്ടി വന്നത്. ആ കൈ സൂക്ഷിച്ചു പോയ മനുഷ്യൻ്റെ മെസ്സേജാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് കൈമാറുന്നത്. പക്ഷേ അയാൾ ജന്മന കൈ സൂക്ഷിച്ചു പോയി, അല്ലെ വെറുതെ കൈ സൂക്ഷിച്ചു പോയി, കാറാപകടത്തിൽപ്പെട്ട് കൈ സൂക്ഷിച്ചു പോകത്തില്ലല്ലോ. ഇത് ജന്മന കൈ സൂക്ഷിച്ചു പോയ ആളാണ്. പാരമ്പര്യമായിട്ട് സ്വത്തില്ല, പാരമ്പര്യമായിട്ട് അയാൾക്ക് കൈ സൂക്ഷിച്ചിരിക്കുകയാണ്. ചില ആൾക്കാർ പാരമ്പര്യമായിട്ട് സ്വത്തില്ലാത്ത ആൾക്കാരില്ലേ, പാരമ്പര്യമായിട്ട് ബുദ്ധി കുറവുള്ള ആൾക്കാരുണ്ട്, പാരമ്പര്യമായിട്ട് കുറേ പഠിക്കാൻ കഴിവില്ലാത്ത പഠനം, പാരമ്പര്യമായിട്ട് അങ്ങനെ കുറേ കുറവുകളുള്ള ആൾക്കാരുണ്ട്.
ഇവരെ ഈശോ അഡ്രസ്സ് ചെയ്യണതാണ് ഈ മർത്തായിയുടെ സുവിശേഷം 12:9. അവനെ ഈശോ നോക്കി 12:9 എന്താ പറയുന്നത്? യേശു അവിടെ നിന്ന് യാത്ര തിരിച്ച് അവരുടെ സിനഗോഗയിലെത്തി. അവിടെ കൈ സൂക്ഷിച്ച ഒരുവനുണ്ടായിരുന്നു. യേശുവിൽ കുറ്റമാരോപിക്കാൻ വേണ്ടി അവൻ രോഗശാന്തി നൽകുമോ എന്നറിയാം. അത് വേറൊരു വിഷയം. അതിനുശേഷം അവസാനം വരേണ്ടത്, അവൻ പറഞ്ഞു, നിങ്ങളിൽ ആരാണ് തൻ്റെ ആട് സാപത്തിൽ കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തത്? അവിടെയാണ് പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അതിന് മറുപടി പറയണത്. അവിടെ യേശു കുറ്റം ആരോപിക്കാൻ വേണ്ടി ഇവൻ രോഗശാന്തി നൽകുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി അവനെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു പറ്റം ആൾക്കാർ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ കൈ സൂക്ഷിച്ചു പോയ മനുഷ്യനെ അവനോട് സ്ട്രെച്ച് ഔട്ട് യുവർ ഹാൻഡ്സ് എന്ന് പറയുന്നുണ്ട് ഈശോ. കൈ നീട്ടാൻ പറയുന്നുണ്ട്. മത്തായി 12:13. നമുക്കറിയാമല്ലോ, കൈ സൂക്ഷിച്ചു പോയതിനോട് എത്ര കൈ നീട്ടിയാലും നീട്ടുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട് അല്ലേ? കൈ സൂക്ഷിച്ചു പോയി. അപ്പോഴേ പിന്നെ എന്താണ് അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത്? എന്നെ നിങ്ങൾ ശ്രദ്ധിക്കുമോ? കർത്താവ് സംസാരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ആരാധന അഭിഷേകമാകണത്. ഇത് ഞാൻ പഠിച്ച വചനമല്ല, ഈ ചിന്തിച്ച പോലും ഇരിക്കുന്ന വചനമല്ല, ഇപ്പം ഈ തന്ന വചനമാണ്. എന്താ പ്രശ്നം വെച്ചാൽ, കൈ സൂക്ഷിച്ചു പോയതിനോട് കൈ നീട്ടാൻ ഈശോ പറയുകയാണ്. അവനെന്തുമാത്രം നീട്ടാൻ പറ്റും? പരിമിതിയുണ്ട്. അപ്പം പിന്നെ അവിടെ എന്താണ് ഒരു ഓപ്ഷൻ ഉള്ളത്? എന്താണ്? കൈ സൂക്ഷിച്ചു പോയി കൈ നീട്ടാൻ പറ്റണില്ല. പിന്നെ എന്താണ് ഓപ്ഷൻ ഉള്ളത്? കർത്താവ് ഒരു ഓപ്ഷൻ കണ്ടുപിടിക്കും. എന്താണ്? നിൻ്റെ കൈ നീട്ടാൻ പറ്റണില്ല. ദാറ്റ് മീൻസ് യു ലോസ്റ്റ് യുവർ മെറിറ്റ്. ഉടമ്പടി വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്? മെറിറ്റ് ആൻഡ് ഗ്രേസിലാണ് വർക്ക് ചെയ്യേണ്ടത്. യോഗ്യതയും അതുപോലെ തന്നെ കൃപയും. കൈ സൂക്ഷിച്ചു പോയ മനുഷ്യനോട് കൈ നീട്ടാൻ പറയുകയാണ്. പക്ഷേ അയാൾക്ക് മെറിറ്റില്ല, ജന്മനെ കൈ സൂക്ഷിച്ച് പോയിരിക്കുകയാണ്. പിന്നെ അവിടുത്തെ പ്രൊവിഷൻ എന്താ? പിന്നെ സാധ്യത എന്താ? പണമില്ല, വിദ്യാഭ്യാസമില്ല, അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല. ഇങ്ങനെ പല കാര്യങ്ങൾക്കും പരിമിതികൾ, ജീവിതത്തിൻ്റെ പരിമിതികളുണ്ട്. വി ലോസ്റ്റ് അവർ മെറിറ്റ് ബൈ ബർത്ത്. ജന്മനായി ഇങ്ങനെ കുറേ സാഹചര്യങ്ങൾ നമുക്കില്ല. അപ്പോൾ കൈ സൂക്ഷിച്ചു പോയ മനുഷ്യൻ്റെ അവസ്ഥ അതാണ്. പക്ഷെ അവൻ്റെ കൈ നീട്ടാൻ പറഞ്ഞിരിക്കുന്നു. അവൻ പറയണത് ഐ കാൻ ജീസസ്, പറ്റണില്ല. അവൻ നീട്ടാൻ ശ്രമിക്കുന്നുണ്ട് ബൈബിളിൽ. പക്ഷേ ഈശോ പറയും നടക്കത്തില്ല. പിന്നെ എന്താണ് ഒരു ഓപ്ഷൻ? എന്താ? അതിനാണ് ഈശോ പറയണത് 12. അതിനൊരു ഈശോ മറുപടി അവൻ പറഞ്ഞു, നിങ്ങൾ 12:11 മത്തായിയുടെ സുവിശേഷം ഏറ്റു പറഞ്ഞു. അവൻ പറഞ്ഞു നിങ്ങളിൽ ആരാണ് തൻ്റെ ആട് കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തത്? പിടിച്ചു കയറ്റണമെങ്കിൽ കൈ വേണ്ടേ? അത് ആരുടെ കയ്യിലാണ്? ആടിൻ്റെ കൈയാണോ? അല്ല, ദൈവത്തിൻ്റെ കൈ. നിൻ്റെ കൈ സൂക്ഷിച്ചാൽ ദൈവത്തിൻ്റെ കൈ നിന്നിലേക്ക് നീണ്ടുവരും. അപ്പോഴും നമുക്ക് മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു പ്രൊവിഷനില്ലേ? ഇപ്പം നിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, നിൻ്റെ ഒരു ഷെയർ ഇടാൻ നിനക്ക് പറ്റണില്ലെന്ന് വിചാരിച്ചോ? മെറിറ്റില്ല നിനക്ക്. അപ്പോൾ നിനക്ക് കർത്താവിനോട് തുറന്ന് പറയാം, എനിക്ക് ആ മേഖലയിൽ പഠിച്ചിട്ട് മനസ്സിലാകണില്ലെന്ന് നീ പറയണം. ചില പറയത്തില്ല, അച്ഛാ ഇനി ഞാൻ എന്ത് പഠിക്കുമോ? എനിക്കിപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ OETക്ക് സ്പീക്കിങ് പോണത്. ഇനി എനിക്ക് പറയാൻ എൻ്റെ ആത്മവിശ്വാസം പോയെന്നാണ് പറഞ്ഞവർ. ഞാൻ ഇനി എഴുതണ വേണ്ടെന്ന് അച്ഛൻ പറയാൻ പറഞ്ഞു. ഞാൻ പറയണം നീ എഴുതണമെന്ന് പറയും. എന്താ കാര്യം? ഞാൻ എന്തിനാണ് പറയണത്? ഞാൻ അമ്മയിൽ ആശ്രയിച്ചല്ലേ പറയണത്. അമ്മ കാര്യം എപ്പോഴും വർക്ക് ചെയ്യണത്, എപ്പോഴും ഉടമ്പടി വർക്ക് ചെയ്യണത്. നമുക്കറിയാം ബൈബിളിൽ ഇപ്പം ദൈവത്തിൽ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, ദൈവത്തിൽ നമുക്ക് കിട്ടുന്ന ഫേവേഴ്സ്. ചില അച്ഛന്മാർ എന്നോട് വളരെ വിമർശനാത്മകമായി ചോദിക്കും, നിങ്ങളിതെന്താ പ്രോഫിറ്റ് തിയോളജിയാണ് പറയണത്, സമ്പന്നരുടെ ദൈവശാസ്ത്രമാണ് പറയണത്, എപ്പോഴും ആനുകൂല്യങ്ങൾ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയണമെന്ന് ചോദിക്കും. അപ്പോൾ ഞാനവരോട് പറയും, നിങ്ങളത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാത്ത കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നണത്. കാര്യം ബൈബിള് ജനത്തിൻ്റെ അടിസ്ഥാന വിഷയങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു സൈദ്ധാന്തിക മേഖലയിലല്ല വർക്ക് ചെയ്യണത്. ഇപ്പം കുഞ്ഞുങ്ങളെ എന്ന് ചോദിച്ചിട്ട് ഈശോ എന്താ ചോദിക്കണത്? മീൻ വല്ലതും ഉണ്ടോ? അതാണ് സംഭവം. അതാണ് മൈൻഡ് ഓഫ് ഗോഡ്. മൈൻഡ് ഓഫ് ഗോഡ് എന്ന് പറയണത്
മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു ആധ്യാത്മികത ബൈബിൾ പ്രൊമോട്ട് ചെയ്യണില്ല. കുഞ്ഞുങ്ങളെ മീൻ വല്ലതും ഉണ്ടോ? നമ്മളുടെ ഒരു അവസ്ഥ എന്താണെന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പറയാനുള്ള ഒരു സാധ്യത ഈശോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു അവസ്ഥ ദൈവ തിരുസന്നിധിയിൽ ഷെയർ ചെയ്യാനുള്ള ഒരു സാധ്യത ഈശോ ക്രിയേറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ മിണ്ടാണ്ടോടെ നിന്നാൽ പോരെ? വള്ളത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരോട് വെളുപ്പാങ്കാലത്ത് മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നത് അത്രയ്ക്ക് വലിയ വളരെ പേഴ്സണലായിട്ടുള്ള ആൾക്കാരോട് മാത്രമേ അങ്ങനെ ചോദിക്കത്തുള്ളൂ. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡാണ്. അപ്പോൾ അവർ അതിൻ്റെ അകത്ത് പറയാൻ എന്താണ്? കർത്താവേ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു. അതല്ലേ 21:6 എന്താ പറയണത്? ഒന്ന് രാത്രി മുഴുവനും ഒന്ന് പറഞ്ഞേ. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. ഇത് തന്നെയാണ് പിള്ളേര് വന്ന് ഇവിടെ പറയണത് പരീക്ഷയ്ക്ക്. അച്ഛാ, രാത്രി മുഴുവൻ പഠിച്ചിട്ടും ഇപ്പോഴത്തെ തലയിൽ ഒന്നും ഇല്ലെന്ന് പറയും. ഇതല്ലേ സെയിം തിങ് അല്ലേ? രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ ഇവിടെ നിർത്തിയിട്ട് കാശ് രൂപ വെഞ്ചരിച്ച് കൊടുക്കും. എല്ലാവർക്കും, പ്രൊഫഷണൽ എല്ലാ പരീക്ഷക്കാർക്കും കൊടുക്കും, എല്ലാ ദിവസവും കൊടുക്കും. എന്താ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ഇവർക്ക് മെറിറ്റ് പോയാലും ഗ്രേസ് വർക്ക് ചെയ്യണം. ഇപ്പം ഞാനിവിടെ പറഞ്ഞു കൊടുക്കും, ഇൻ കേസ് മെറിറ്റ് പോയാൽ, മെറിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം തന്നെ ഇന്നലെ ഒരു കൊച്ച് പരീക്ഷയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഉരുണ്ട് പടച്ച് താഴെ വീണ്. അപ്പം അതിൻ്റെ തലയിലൊക്കെ പൊട്ടി. അപ്പം ഞങ്ങൾ അപ്പം തന്നെ ആശുപത്രി കൊണ്ടുപോയി സ്റ്റിച്ചൊക്കെ ഇട്ട് കൊണ്ടുവന്ന് രണ്ടാമത് പ്രാർത്ഥിച്ചിട്ട് ആളെ ഇവിടുന്ന് തന്നെ കാറ് വിളിച്ച് കൃപാസനത്തിൽ നിന്ന് ചിലവെടുത്ത് അവരെ കുഞ്ഞിനെ കൊണ്ടാക്കി. പക്ഷേ ആൾ ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല. മനുഷ്യന്മാരായി കഴിയുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മെരിറ്റ് പോകും, നമുക്ക് കാണിച്ചു തന്നെ. അപ്പം ഞാൻ അവരോട് പറയുന്നത്, ഇതല്ലേ ഇതിപ്പോൾ കാഷ്വാലിറ്റി ഇവിടെ നമ്മുടെ മുമ്പിൽ വന്ന് സംഭവിച്ചതുകൊണ്ട് നമുക്കത് ഞങ്ങൾ സുന്ദരമായിട്ടത് കൈകാര്യം ചെയ്ത് സന്തോഷം. കാര്യം ഇവിടെ നിങ്ങളിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഓരോരുത്തർക്കും ഞങ്ങൾ കടപ്പെട്ടവരാണ്. എന്നുവെച്ചാൽ എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റെ റിസ്ക് എടുക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. അതിൻ്റെ അപ്പം ഫോളോ അപ്പ് ചെയ്യും ആ വ്യക്തിയെ. അപ്പം അങ്ങനെ കാര്യം ഒത്തിരി ജനങ്ങൾ വരുന്ന സ്ഥലമല്ലേ. അപ്പോൾ നമ്മുടെ കാര്യമൊന്നും അല്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ അവോയ്ഡ് ചെയ്യത്തൊന്നുമില്ല. അപ്പം അതുകൊണ്ട് പക്ഷേ റിപ്പോർട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ചിലത് ഇപ്പോൾ ഇത് ഞങ്ങൾ കണ്ടതുകൊണ്ട് ഉടനെ അത് ആക്ട് ചെയ്തതാണ്. റിപ്പോർട്ട് ചെയ്യാൻ നമുക്ക് അറിയത്തില്ലല്ലോ. അച്ഛൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഇതാണ്. അതായത് അങ്ങനെ ഒരു സിറ്റുവേഷൻസാണ് പരീക്ഷയ്ക്ക് തലേ ദിവസം ഉണ്ടായെന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ പരീക്ഷ എഴുതണമെന്ന് പറയും. എന്താ കാര്യം? മെറിറ്റേ പോയിട്ടുള്ളൂ, നമ്മുടെ യോഗ്യതയെ പോയിട്ടുള്ളൂ. എല്ലാ വിഷയങ്ങൾക്കും മെറിറ്റ് ഉണ്ടാവും, ഗ്രേസും ഉണ്ടാവും. ഉടമ്പടി വർക്ക് ചെയ്യണം എപ്പോഴും ഗ്രേസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഉടമ്പടി തന്നെയല്ല, ബൈബിളിലെ ഫേവേഴ്സ് ആൻഡ് ഗ്രേസസ് വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫേസ്യസ് 2:8 നിങ്ങളുടെ യോഗ്യതയാലല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടു. ഇതിൻ്റെ ബേസിക് ഫോർമുലയാണ്, ഉടമ്പടിയുടെ ബേസിക് ഫോർമുലയാണ്. നിങ്ങളുടെ അപ്പോൾ ഈ മരിയൻ ഉടമ്പടിയുടെ മാത്രമല്ല, ഒരു 8 കവനൻറ്റുകൾ ദൈവം സ്ഥാപിച്ചിട്ടുണ്ട് ഇല്ലേ? ആദത്തിൻ്റെ കവനൻ്റ്, ഏദൻ തോട്ടൽ വെച്ച് നടത്തിയ കവനൻ്റ് ഉടമ്പടി, അതിനുശേഷം നോഹയുമായി നടത്തിയ കവനൻ്റ്, എബ്രാഹുമായി നടത്തിയ കവനൻ്റ് ഉടമ്പടി, അതുപോലെ തന്നെ മോസസുമായി നടത്തിയ കവനൻ്റ്, ജോഷുവയുമായി നടത്തിയ കവനൻ്റ്, ദാവീദുമായി നടത്തിയ കവനൻ്റ്, പിന്നെ ഈശോ സ്ഥാപിച്ച കുർബാന എന്ന കവനൻ്റ്. എല്ലാം ഉടമ്പടിയാണ്. ദൈവം ഉടമ്പടിയെ ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് പക്ഷേ ഈ ഉടമ്പടികളെല്ലാം വർക്കൗട്ട് ചെയ്യണത് 2 ഫോർമുല. ഇതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്താണ്? നിങ്ങളുടെ യോഗ്യതയല്ല, മറിച്ച് കർത്താവിൻ്റെ കൃപ കൊണ്ട്. അപ്പം മെറ്റീരിയൽ നിങ്ങളുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പഠനം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സൗന്ദര്യം, നമ്മളുടെ കുടുംബം, നമ്മുടെ സ്വാധീനം, റെക്കമെൻഡ് ചെയ്യാനുള്ള കഴിവ്, ഇങ്ങനെ ഇതെല്ലാം നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള കപ്പാസിറ്റി എല്ലാം മെറിറ്റാണ്. ഈ മെറിറ്റ്
ഒരു മെറിറ്റും ഇല്ലാത്തൊരു മനുഷ്യനല്ലേ ഇപ്പോൾ ഈശോ സിമ്പിളാക്കുന്നത് 12:9 എന്താണ്? ജന്മനാ കൈ സൂക്ഷിച്ചു പോയി, മെറിറ്റില്ലെന്നാണ് പറയണത്. പരിശുദ്ധാത്മാവ് എന്താ പറഞ്ഞത്? ഞാൻ ഈ 21-ാം സങ്കീർത്തനമാണ്, 21-ാമത്തെ അധ്യായം, യോഹന്നാൻ്റെ അധ്യായമാണ് വെളുപ്പിനെ പ്രാർത്ഥിച്ചത്. പഠിക്കണ കാര്യമില്ലല്ലോ, അത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഒരു നോട്ടനുസരിച്ച് ഞാനത് ശുശ്രൂഷ നടത്തുന്നതാണ്. അതിന് പഠിക്കണത് വ്യാഖ്യാനങ്ങൾ സഭയുടെ വ്യാഖ്യാനങ്ങളാണോ എന്ന് നോക്കാൻ മാത്രമേ ഞാൻ പഠിക്കത്തുള്ളൂ. സഭ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു, സഭയുടെ ഒഫീഷ്യൽ ടെസ്റ്റ്, ബൈബിൾ വ്യാഖ്യാനം നമുക്ക് വായി തോന്നണ പോലെ പറയാൻ പറ്റത്തില്ല. ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമാണ് സഭയുടെ ഓൾട്ടർ എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടുന്ന് അഭിഷിക്തനല്ലേ സംസാരിക്കണത്. അപ്പോൾ നമ്മൾ എപ്പോഴും സഭ എന്ത് ഈ വിഷയത്തിൽ പറയുന്നു എന്ന് നോക്കിയിട്ട് സഭയുടെ പഠനങ്ങളെ പൂരകമാക്കാനേ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനത് എപ്പോഴും നോക്കുന്നുണ്ട്. അങ്ങനെയാണ് പഠിക്കുന്നത്. സഭ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് സഭയുടെ പഠനങ്ങളിൽ നിന്ന് വ്യത്യാസം വരികയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ശോഷണമാണ്, വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പം അത് അങ്ങനെ ഞാൻ നോക്കും, സത്യമായിട്ട് നോക്കും. പക്ഷേ പലതും ഈശോ ഇവിടെ ഇപ്പം തന്നെ ഇപ്പം ഈ കൈ ശോഷിച്ചു പോയ മനുഷ്യനെക്കുറിച്ച് എന്താ ഈശോ പറയണത്? അത് അയാൾക്ക് ഫുൾ മെറിറ്റ് പോയ ഒരാളാണ്, കംപ്ലീറ്റ് മെറിറ്റില്ല. എന്താണ്? ജന്മന അയാൾക്ക് കൈ സൂക്ഷിച്ചിരിക്കുകയാണ്. പിന്നെ എന്താ ഈശോ പറയണത്? അയാൾക്ക് ചെയ്തിരിക്കണത് എന്താണ്? ഫുൾ ഗ്രേസാണ്. അതിന് ഈശോ എന്താ വെച്ചാൽ ദൈവത്തിൻ്റെ കൈയാണ് നീണ്ടു വരണത്. അയാളുടെ കൈ നീണ്ടു വരാൻ പറ്റണില്ലല്ലോ, ജന്മനല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യും? ദൈവം എന്ത് ചെയ്യും? നിൻ്റെ ജന്മം ഇങ്ങനെയാണ്, നിൻ്റെ വിധിയാണിതെന്ന് പറഞ്ഞ് ദൈവം നിന്നെ കൈവിടത്തില്ല. മനസ്സിലായില്ല? പല ആൾക്കാരും നമ്മുടെ വിധിയാണ്, അത് നമ്മുടെ വിധിയാണെന്ന് പറഞ്ഞ് നമ്മളെ കൈവിടും. പക്ഷേ ദൈവം വിധിയാണെന്ന് പറഞ്ഞ് കൈ സൂക്ഷിച്ചു പോയി, അത് നിൻ്റെ വിധിയാണ്, അത് നിൻ്റെ ജന്മമാണെന്ന് പറഞ്ഞ് ദൈവം നിന്നെ കൈവിടത്തില്ല. മറിച്ച് എന്ത് ചെയ്യും? നിങ്ങളുടെ ആരുടെ, അതാണ് 12:11 അല്ലേ? എന്താ എത്രയാ മോളെ? 12:13. അതായത് നിങ്ങളിൽ ആരുടെ ആടാണ് കിണറ്റിൽ വീണുപോയാൽ അതിനെ ശാപത്തിൽ പിടിച്ചു കയറ്റാത്തത്? അപ്പോൾ പിടിച്ചു കയറ്റുന്നത് ആരുടേതാണ്? ആടിൻ്റെ കൈയൊന്നും അല്ലല്ലോ, അകപ്പെട്ടവൻ്റെ കൈയാണോ? അല്ല, രക്ഷിക്കാൻ വന്നവൻ്റെ കൈയാണ്. രക്ഷിക്കാൻ വന്നവൻ ആരാണ്? യേശുവാണ്. യേശുവിൻ്റെ കൈകൾ നിൻ്റെ നേരെ നീളും, നിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥകളുടെ മേലെ നീരും. അതുകൊണ്ട് ശ്രദ്ധിക്കുക ദൈവത്തിലെ, നിനക്ക് ഒരു മെറിറ്റുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നീ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യരുത്. ഇപ്പം ചിലർ ഉടമ്പടി എടുത്തിട്ടും അവർക്കറിയാം, അവർക്ക് വയസ്സ് 47 ഇനിയിപ്പോൾ ഏത് പെണ്ണിനെ കെട്ടാനാണ്. ആൾക്കാരുടെയൊക്കെ മനസ്സിലിരിക്കണതാണ്. അവർ ഉടമ്പടി എടുക്കും, എന്നിട്ട് അവർ പണ്ടത്തെ പോലെ തന്നെ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യും. അതല്ല, എനിക്ക് വയസ്സ് 47, ഇനി ഏത് പെണ്ണെ കെട്ടാനാണ് എല്ലാവരും കരടായി പോവുകയാണ്. നമുക്ക് വേണ്ടുണ്ടാകുന്ന ചോദിച്ചിട്ട് ഇവൻ്റെ മെറിറ്റ് വെച്ച് ഇവനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഇവൻ്റെ കോൺഫിഡൻസ് പോകും. ദാറ്റ് ഇസ് നോൺസെൻസ് എന്നാണ് ബൈബിൾ പറയണത്. മനസ്സിലായില്ലേ? നിനക്ക് മെറിറ്റില്ല, യോഗ്യതയില്ല, ഫിസിക്കൽ മെറിറ്റില്ല, ഭൗതികമായ യോഗ്യതയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നീ ഫയൽ ക്ലോസ് ചെയ്യരുത്. നിൻ്റെ ഫയലിൽ ഒപ്പിടാൻ വേണ്ടി ഒരാളെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ ആൻഡ് ഫുൾ ഗ്രാൻഡായിട്ട് തരികയാണ് ദൈവം. മനസ്സിലായേ? സബ്സിഡിയും ഉണ്ട്, ഗ്രാൻഡും ഉണ്ട്. ചിലപ്പോഴും നീ ഫുൾ ആൻഡ് ഫുൾ ഗ്രാൻഡായിട്ട് തരും. കഴിഞ്ഞ ദിവസം റീന ലാലു എന്ന് പറഞ്ഞൊരു ഒരു മോള് സാക്ഷ്യം പറഞ്ഞു, കൊല്ലത്തുകാരത്തിയ ജോഷ്. ബീന ലാലുവിൻ്റെ സാക്ഷ്യത്തിൽ വരുന്നതേ ബീന ലാലുവിൻ്റെ മകനാണ്. നിങ്ങളെ സാക്ഷ്യം ഒന്ന് കേൾക്കണം കേട്ടോ. സാക്ഷ്യം എല്ലാം കേൾക്കണേ. സാക്ഷ്യം ഈ ഉടമ്പടിയായ കാരണമേ, ഉടമ്പടി സാക്ഷിയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ടോണിക്ക് പോലെ പ്രവർത്തിക്കണം, ബൂസ്റ്ററാണ്. കാര്യം എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഈ ഉടമ്പടിക്കാരൊക്കെ എന്തെങ്കിലും തരത്തിലൊരു പമ്മിങ് വന്നു കഴിഞ്ഞാൽ 2 സാക്ഷി കേൾക്കുമ്പോൾ നിങ്ങൾ ബലം പ്രവർത്തിക്കും. എന്താ കാര്യം? ദൈവം അനുദിനം ചെയ്യണതാണ്, പണ്ട് ചെയ്തതല്ല, ഈ ആഴ്ച ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾ വായിക്കുന്നത്. ഈ ആഴ്ച ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾ വായിക്കുന്നത്. ഇപ്പം ബീന ലാലു അല്ലേ, ബീനൻ്റെ സാക്ഷ്യം, ബീനലാൻ്റെ സാക്ഷ്യത്തെ ബീനമ്മൻ്റെ മകന് ജോലിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നാട്ടിൽ നിന്ന് കുറേയൊക്കെ ജോലിക്ക് അന്വേഷിച്ച് ഒരു നിവൃത്തിയില്ലാത്ത രീതിയിൽ. അപ്പോൾ ഇവനെ ഇവിടുന്ന് ഏജൻറ്റ് കൊണ്ടുപോയി, ഗൾഫിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഒരു കോഴിക്കോടുകാരൻ ഫോട്ടോഗ്രാഫർ അവനെ കണ്ടു. അവനോട് കാര്യങ്ങൾ ചെന്ന് പറഞ്ഞു ശരി
അപ്പോൾ ഇവൻ പഠിച്ചിരിക്കുന്ന ഹോട്ടൽ മാനേജ്മെൻറ്റാണ്. പക്ഷേ ഭക്ഷണം കഴിക്കണ്ടേ, പഠിച്ച ജോലി അവിടെ കിട്ടണില്ല, ഭക്ഷണം കഴിക്കണ്ടേ, താമസം വേണ്ടേ. അപ്പോൾ ഇവൻ്റെ താമസം എന്ന് പറയണത് ഒരു ബന്ധുവിൻ്റെ കൂടെ താമസിച്ച് പിന്നെ ഈ ഫോട്ടോഗ്രാഫർ ജോലി കിട്ടിയപ്പോൾ അങ്ങോട്ട് പോയി. പക്ഷേ 1 മാസം ജോലി എടുത്തപ്പോൾ ഫോട്ടോഗ്രാഫർ, പുള്ളി ഇതൊരു കൃഷിയായിട്ട് ചെയ്യുന്ന ആളാണ്. ആൾക്കാരെ കൊണ്ടുപോവുക, 1 മാസം നിർത്തുക, വിസ കൊടുക്കുക, എന്നിട്ട് 1 മാസം കഴിയുമ്പോൾ പറഞ്ഞു വിടുക, എന്നിട്ട് വിസയുടെ കാശ് 1 ലക്ഷം ചോദിച്ച് ഇവൻ്റെ പുറകെ നടക്കുക, അല്ലെങ്കിൽ അവൻ കേസിൽ കൊടുക്കുക, ഇങ്ങനെ കാശുണ്ടാക്കുന്ന ഒരാളാണ്. എന്തെല്ലാം തരം ഫ്രോഡ് പാർട്ടിയാണെന്നറിയാമോ? അതുകൊണ്ടാണ് നിങ്ങളെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. എന്തെല്ലാം തരത്തിലുള്ള മനുഷ്യരാണ് ഈ ലോകത്ത് ജീവിച്ചേക്കണത്. കൈ നനയാതെ മീൻ പിടിക്കുന്നവന്മാരുടെ അണ്ണന്മാരുടെ എണ്ണം കൂടുതലാണ്. അപ്പോഴേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അവസാനം ഈ ഫോട്ടോഗ്രാഫിന് ജോലി കൊടുത്തിട്ട് ഇവന് 1 മാസം ജോലി എടുത്തിട്ട് പുള്ളിയുടെ സ്ഥിരം കലാപരിപാടി പോലെ പുള്ളിയെ ഡിസ്മിസ് ചെയ്ത് പോരെ, പാവപ്പെട്ടവനെ ഡിസ്മിസ് ചെയ്ത അവസാനം അപ്പോഴേ ബാക്കിയെല്ലാം ഇവൻ്റെ കയ്യിരിക്കുകയല്ലേ, പാസ്പോർട്ടും വിസയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവൻ്റെ കയ്യിലല്ലേ. എന്നിട്ട് ഇവനെ പറഞ്ഞു വിട്ട്, നീ വേറെ ഇവിടെ ജോലിയൊന്നുമില്ല, വേറെ എവിടെയെങ്കിലും പോയി ജോലി നോക്കാൻ പറയും. അവനെവിടെ ജോലി കിട്ടാനാണ്? ഇനി ജോലി കിട്ടാത്തതിന് റിലീവിങ് ഓർഡർ കൊടുക്കണ്ടേ? റിലീവിങ് ഓർഡർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ്റെ വിസ വെച്ചിട്ട് ബാർഗൈൻ ചെയ്തിട്ട് 1 ലക്ഷം രൂപ മേടിക്കും. ഇതാണ് പുള്ളിയുടെ കൃഷി. 1 മാസം നിർത്തുക, ഡിസ്മിസ് ചെയ്യുക, അവരെ കൊണ്ട് വേറെ എവിടെയും ജോലി എടുപ്പിക്കുക, വിടുക, എന്നിട്ട് അതിൻ്റെ പേരിൽ കാശ് വാങ്ങിക്കുക. അങ്ങനെ അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മേ ഞാൻ മുസ്ലിം പള്ളിയിലൊക്കെയാണ് കിടന്നുറങ്ങണമെന്ന് പറഞ്ഞ്. മുസ്ലിം പള്ളിയുടെ വാതിക്കലേ അവരെ കിടക്കാൻ സ്ഥലമില്ലല്ലോ, അവനെ പറഞ്ഞു വിട്ടില്ലേ. അപ്പോൾ അവനവിടെ കറങ്ങി നടന്നപ്പോൾ ഈ മുസ്ലിം പള്ളികളൊക്കെ ഉണ്ടാകുമല്ലോ, പള്ളികളുടെയൊക്കെ വരാന്തൊക്കെ രാത്രി കിടന്നുറങ്ങും. എന്തൊരു തണുപ്പും ചൂടുമായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിൽ അമ്മയോട് അവൻ തുറന്നു പറഞ്ഞപ്പോൾ അമ്മ ഇത് ആരോടും പറഞ്ഞില്ല. എന്താ കാര്യം? ഭയങ്കര വിഷമമല്ലേ, മകൻ ചെന്നിങ്ങനെ അകപ്പെട്ടു, അവൻ്റെ അതുകൊണ്ട് അവന് ജോലിയും പോയി, ഭക്ഷണത്തിന് മാർഗ്ഗമില്ല, അവന് വിഷമമായി. അപ്പോൾ ഈ അമ്മ ഉടനെ ഈ ബീന ലാലു ഉടനെ ആരോടും പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണെന്ന് വിചാരിച്ചുകൊണ്ട്, ആരോടും പറഞ്ഞാൽ നാട്ടിൽ പറഞ്ഞ നാണക്കേടല്ലേ, അത് കാരണം ഇവളുടെ അനിയത്തി ഹൈദരാബാദിലാ മറ്റേ ഉണ്ട്. ഹൈദരാബാദിൽ അനിയത്തിനെ വിളിച്ച് പറയും. എന്താ പറയണത്? എടി ഇങ്ങനെയാണ്, കൊച്ചിന് ഭക്ഷണമില്ല, അവൻ അവിടെയൊക്കെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണ്, രാത്രി ഉറങ്ങാൻ സ്ഥലം പോലും ഇല്ല, എന്ത് ചെയ്യുവഴി എന്ന് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോഴേ ഈ അനിയത്തി പറയണൊരു വാക്കുണ്ട്, ഞാനൊരു ഉപായം പറഞ്ഞു തരാമെന്ന് പറയും. അപ്പോഴേ നമ്മളെന്താ കേട്ടാൽ എന്താ മനസ്സിലാകണത്? നമ്മൾ കേൾക്കണത് അനിയത്തിന് ആരെങ്കിലും ഗൾഫിലുണ്ടാവും, അവനെ അവിടെ ജോലി കൊടുക്കാമെന്നേ പറഞ്ഞു. അതല്ല അവൾ കൊടുക്കണത്. അവൾ പറയണത് കൃപാസത്തിൽ നമ്പരാണ് കൊടുക്കണത്. ഇതാണ് വ്യത്യാസം. ഈ മനുഷ്യന്മാരുടെ വിശ്വാസത്തിന് നിലവാരം കണ്ട. ഞാൻ നിങ്ങൾക്കൊരു ഉപായം പറഞ്ഞു തരാം. ഇതൊരു നമ്പരാണ്, ഇതൊരു മരിയൻ ധ്യാനകേന്ദ്രം, ആലപ്പുഴയിലുള്ള മരിയൻ ധ്യാനകേന്ദ്രമാണ്. ഇത് നമ്പർ ഇതാണ്. അപ്പോഴ് റീന പറയും, ഇപ്പം 10 മണിയായി, ഇപ്പം ആരെ വിളിക്കാനാണ്? അല്ല, ഇപ്പം രാത്രി എടുക്കുന്ന നമ്പറാണിത്, വിളിച്ചോളാൻ പറയും. ഉടനെ രാത്രി വിളിക്കുമ്പോൾ ഇവിടുത്തെ ഗേറ്റ് കീപ്പർ നമ്പർ കിട്ടും. നമ്പർ കിട്ടുമ്പോൾ പറയും, ഇത് ആലപ്പുഴയാണ്, നിങ്ങൾ കൊല്ലമല്ലേ, രാവിലെ കലവർ വരാൻ പറയും, വന്നു കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാമെന്ന് പറയും. ഉടനെ ചേട്ടായി ഈ ബീന പറയണത്, ഞാനും ഭർത്താവും കൂടി 5 മണി വരെ, ഭർത്താവിന് 5 മണിക്ക് പോകണമല്ലോ ആലപ്പുഴയ്ക്ക്, അതുകൊണ്ട് ഞാനും ഭർത്താവും കൂടി 5 മണി വരെ മുട്ടയിൽ നിന്ന് കൊന്തയില്ലെന്ന്. ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ട, അതാണ് സാധനം. ഒരു വിഷയത്തെ എങ്ങനെയാണ് മനുഷ്യന്മാർ, അതായത് 5 മണിക്ക് പോകേണ്ടതല്ലേ, എന്നാൽ നേരത്തെ കിടന്നേക്കാമെന്നാണ് ആൾക്കാർ പറയണത്. 5 മണിക്ക് ആലപ്പുഴയ്ക്ക് പോകേണ്ടതല്ലേ, എന്നാൽ നേരത്തെ കിടന്നേക്കാമെന്നല്ലേ സാധാരണ ചെടുത്തിമാർ പറയത്തുള്ളൂ. ഇവിടെയാണ് ഈ ട്വിസ്റ്റിങ് വരണത്. ഇവർ പറയുന്നത് എന്താണ്? 5 മണിക്ക് പോകേണ്ടതല്ലേ, നമുക്ക് 5 മണി വരെ പ്രാർത്ഥിക്കാം. 5 മണി വരെ പ്രാർത്ഥിച്ച് അത് ഈ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ ഒരു ഓക്കെ ആണെന്ന് തോന്നിയാൽ ആ നിമിഷം മുതൽ ബ്ലെസ്സിങ് ആരംഭിക്കും. അവിടെയാണ് പ്രശ്നം. ആ ദിവസം വേറെ, അതായത് അത് പറയാൻ കാരണമേ, അത് നിങ്ങൾ അറിയണത് നല്ലതായിരിക്കും. ഉടമ്പടി എടുത്ത് കണ്ണുപോയ ആൾക്കാരുടെ സാക്ഷികളുണ്ടായിരുന്നു ഈ ആഴ്ച. ഉടമ്പടി എടുത്ത് 2 കണ്ണും പോയി. അതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ആ സാക്ഷി എന്താണ്? അത് ജെൻസി ബാബു എന്നും പറഞ്ഞ് ഒരു മാർത്താമ്മ ചേച്ചിയാണ്.
മാർത്തമ്മ ചേച്ചി ഉടമ്പടി എടുത്ത് അത് ഈ ആഴ്ചത്തെ സാക്ഷ്യമാണ്. ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി അവർ ആത്മാർത്ഥമായിട്ട് ആ സാക്ഷ്യം പറയുന്നുണ്ട് കേട്ടോ. അതായത് അവർ പറഞ്ഞ ഇതാണ്, ഞാൻ ഉടമ്പടി എടുത്തു, നേരത്തെ ഇട്ട് കാശിലും കിട്ടി, അതൊക്കെ ഞാൻ കെട്ടി മലയിലിട്ട് അങ്ങനെ നടന്ന്. പിന്നെ എൻ്റെ മകളുടെ കല്യാണമായി പോയി. ഞാൻ പിന്നെ കല്യാണമൊക്കെ ആയിട്ട് മകളുമൊക്കെ മകനൊക്കെ ആയിട്ട് കുറേ ഷോപ്പിങ്ങൊക്കെ നടത്തി ഉടമ്പടി പറന്നു പോയെന്ന്. അത് അവരങ്ങനെ, ഞാനവരെ കളിയാക്കിയില്ല, അവരെങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞതാണ്. ഉടമ്പടി എടുത്ത് തിരിയൊക്കെ കൊണ്ട് പാകത്ത് വെച്ച് എന്നിട്ട് ഉടനെ മകളുടെ കല്യാണമായി. മാതാവ് കല്യാണം നടത്തിയിട്ട് അതിന് നന്ദി പോലും പറഞ്ഞില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചതായിട്ടാണ് അവർ കരുതിയത്. അതുകൊണ്ട് കല്യാണമൊക്കെ അടിച്ചുപിടിച്ച് നടത്തി സൂപ്പർ കല്യാണമാണെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് മരുമകനും മകളും ഒക്കെ ആയിട്ട് ഈ മാളുകളിൽ കറങ്ങി നടക്കുകയായിരുന്നു കുറേ നാൾ. അങ്ങനെ പിന്നെ സാധാരണ ആസ് യൂഷ്വൽ ഇടയ്ക്കൊക്കെ ബൈബിളൊക്കെ വായിക്കും. ഒരു ദിവസം ഈ ഡിസംബർ 7 മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസം വന്നപ്പോൾ ഇവർക്കൊരു മൈഗ്രെയിൻ വന്ന് അതോട് 2 കാഴ്ചയും പോയി കണ്ണിൻ്റെ. അവരത് എടുത്തു പറയുന്നുണ്ട്, മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസം എൻ്റെ കാഴ്ച പോയെന്ന്. പക്ഷേ അവരാ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന രീതികൾ ഭയങ്കര രസമാണ്. അവർ ഭയങ്കര ധൈര്യശാലിയാണ്. സംസാരം കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. സ്റ്റെപ്പായിട്ടാണ് ഈ കാഴ്ച പോണത്. ഒരെണ്ണത്തിൻ്റെ 60% കാഴ്ച പോയി, ഒരെണ്ണത്തിൻ്റെ 76% കാഴ്ച പോയി. അവസാനം ഭർത്താവ് ഇവരെ പിടിച്ച് നടത്താൻ തുടങ്ങി. ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് ഭാര്യനെ പിടിച്ച് നടത്തുകയാണ്. അപ്പോഴും പറയണത് എനിക്ക് നല്ല ധൈര്യമായിരുന്നെന്ന്. അത് എന്ത് ധൈര്യമാണ്? തൻ്റെ ഇടമല്ല. അതായത് ഉടമ്പടി എടുക്കുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് വന്നത്, ഇവർ സാധാരണ എന്തോ പ്രാർത്ഥനയ്ക്ക് പോയി ഓരോരോ സ്ഥലങ്ങളിൽ ചെയ്യണ പോലെ എന്തോ യാന്ത്രികമായിട്ട് ചെയ്ത പരിപാടിയാണ്. അതിൻ്റെ അകത്ത് കമ്മിറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല. അതാണ് പ്രശ്നമായി പോയത്. അവസാനം ഇവർ പറയും ഇത് സുഖപ്പെടുമല്ലോ, അപ്പോൾ മരുന്ന് കഴിക്കും. പക്ഷേ മരുന്ന് കഴിക്കുമ്പോൾ മൈഗ്രെയിൻ കൂടി വരും. പിന്നെ ഇവരെന്നാ ചെയ്യും? പിന്നെ അവസാനം ഇവർക്ക് മനസ്സിലാകും, ഉടമ്പടി വന്ന് പുതുക്കുന്നതോടുകൂടി ഇവിടെ മരുന്നൊക്കെ പിടിക്കാൻ തുടങ്ങും. സ്റ്റീറോയിഡ്. കാര്യം ഈ കണ്ണിൻ്റെ അകത്തുള്ള രന്ധ്രങ്ങളിലെ അതുപോലെ തന്നെ ധമനികളിലും ഇങ്ങനെ ഫ്ലൂയിഡ് കളക്ട് ചെയ്യണതിലാണ് കാഴ്ച പോണത്. അവർ ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് മെഡിക്കേഷൻ ഉണ്ട്, പൂർണ്ണമായിട്ട് കണ്ണ് തെളിയുക തന്നെയല്ല. ഡോക്ടർ പറഞ്ഞു ഇതിന് ഇഞ്ചക്ഷൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ ഇപ്പോൾ ഒരു ഇഞ്ചക്ഷനും ഇല്ല, മരുന്നുമില്ലാതെ കണ്ണ് തെളിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആന്തരികമായിട്ട് ഉടമ്പടി ചെയ്ത് ഉള്ള കണ്ണുകൂടി കളയരുതേ. അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് ഇതൊരു പക്ക പ്രെയറാണ്. ബൈബിളിലില്ലാത്ത ഒരു സാധനവും ഞങ്ങൾ ഉടമ്പടി വഴി കൈമാറ്റം ചെയ്തിട്ടില്ല. എല്ലാ നേർച്ച വസ്തുക്കൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നത്, ആരാണ്? റെനി പത്തനംതിട്ട. നേർച്ച വസ്തുക്കളെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. റെനി പത്തനംതിട്ട സാക്ഷ്യം. അവരിവിടെ ഉടമ്പടി എടുത്ത്, അവർ പത്തനംതിട്ടക്കാരിയാണ്. പെട്ടെന്ന് അവർ അബുദാബിയിലാണ് താമസം, ഭർത്താവുമായിട്ട് അവിടെ താമസിക്കുക, കുടുംബമായിട്ട് അവിടെ താമസിക്കാൻ. അവർ അബുദാബിയിലേക്ക് പോയി. അവർ ഉടമ്പടി എടുത്തിട്ട് അവരെ ശരിക്കും ബാധിച്ചുകൊണ്ടിരുന്ന വിഷയം എന്താണെന്നറിയാമോ? മലത്തിലൂടെ ചോര പോണതാണ് അവിടുത്തെ വിഷയം. പക്ഷേ അത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ. ഉടമ്പടിയിൽ മലത്തിൽ നിന്ന് ചോര പോകുന്നു എന്നുള്ളത് സൂചിപ്പിച്ചേ ഉള്ളൂ. അതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ നേഴ്സാണ്. അപ്പോൾ അവർക്ക് സയൻസായിട്ട് എന്തായിട്ട് അറിയാവും ഈ മലത്തിൽ ഇവിടെ ചോര പോണ എന്താണ്. ചിലപ്പോൾ കുടലില്ല, ആമാശയത്തിൽ എവിടെയെങ്കിലും കുരുക്കളോ സിസ്റ്റോ ഇതൊക്കെ വരുമ്പോൾ അങ്ങനെ വരും. അപ്പം അതുകൊണ്ട് അത് മരുന്നല്ല ഉപയോഗിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇങ്ങനെ ഈ മനുഷ്യൻ്റെ ചിന്താധാരകൾ മനസ്സിലായി. മെറിറ്റിൻ്റെ പ്രോബ്ലം വരണത് അത് മെറിറ്റിലാണ് അവരെടുത്തത്. ആ സംഭവം മരുന്നല്ലേ ഉപയോഗിക്കേണ്ടത്. അപ്പം പിന്നെ അതിപ്പോൾ മാതാവിൻ്റെ അടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. എന്നാലും പിന്നെ വന്നതല്ലേ പറഞ്ഞേക്കാൻ വിചാരിച്ചുകൊണ്ട് ചുമ്മാ വന്ന് പൊണ്ടിട്ടും പോയി. മലത്തിൽ ചോര പോകുന്ന കാര്യം.
അപ്പോൾ ഇങ്ങനെയാണ് അവർ ഉടമ്പടി എടുത്തിരിക്കുന്നത്. ആ ഉടമ്പടി നേച്ചർ കണ്ട, ഉടമ്പടി നേച്ചറിൻ്റെ പോക്ക് കണ്ട. അതായത് പറയേണ്ട മെയിൻ കാരണമാണത്. പക്ഷെ അവർക്കത് പറയാൻ പറ്റണില്ല. എന്താ കാര്യം? അവർ സയൻറ്റിഫിക്കായിട്ട് നേഴ്സാണ്, അവർ സീനിയർ നേഴ്സാണ്. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ട് നേഴ്സുമാരും ഡോക്ടർമാരും ചെന്ന് കഴിഞ്ഞാൽ ഉടനെ എന്താ പറയണത്? അതിന് ഓപ്പറേഷൻ വേണമെന്ന് പറയും. അത്രയല്ലേ ഉള്ളൂ. അത് ഓപ്പറേഷൻ കൊണ്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ, നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് തമ്പുരാനോട് മണഗുണ പറഞ്ഞും പോകും. അവിടെയാണ് പണി മേടിക്കണത്. പറഞ്ഞ മനസ്സിലായില്ലേ? ശ്രദ്ധിക്കണം. അവിടെ പിടിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണെങ്കിൽ കാലെ കെട്ടി വീണ് പറഞ്ഞേക്കണം, കർത്താവേ എനിക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ നിൻ്റെ കൃപയില്ലെങ്കിൽ ഈ വിഷയം മുഴുവൻ നിന്നെ ഏൽപ്പിക്കുന്നു. ബുദ്ധിപൂർവമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ആശ്രയിക്കുന്നു. അപ്പോഴെന്നാ പറ്റണത്? അപ്പോഴെന്നാ പറ്റും? നമ്മൾ എളിമപ്പെടും. ഈ നമുക്ക് മെറിറ്റിനുണ്ടാക്കുന്ന ഒരു കുഴപ്പം അറിയാവോ? നിങ്ങളുടെ എളിമ കളയും. മനസ്സിലായില്ലേ? എളിമ എന്ന് പറഞ്ഞ സംഭവമല്ല, അവരാണല്ലോ ഇത് വർക്ക് ചെയ്യണത്. എളിമ എന്ന് പറഞ്ഞാൽ എന്താണ്? സമർപ്പണമെന്നാണ്. നമ്മൾ എളിമ എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് ഈ അടിമകളുടെ എന്തോ മാനസികാവസ്ഥ ഉള്ളത് കാരണം എളിമ എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ട് എടുക്കുന്നത്. അങ്ങനെയല്ല, അത് എംപവർ ചെയ്യുന്ന മാനസികാവസ്ഥയാണ്. അത് സമർപ്പണമാണ് ബേസിക്കായിട്ട്. അതായത് അമ്മ ചെയ്തത് ഇതാ, കർത്താവിൻ്റെ ദാസ്യെന്ന് പറഞ്ഞതുപോലെ അമ്മ ദൈവത്തിന് സമർപ്പിക്കണം. അപ്പം നിനക്ക് ചെയ്യാവുന്ന കാര്യമാണെങ്കിൽ പോലും നീ സമർപ്പിക്കണം. എന്താ കാര്യം? അത് എപ്പോഴും നിനക്ക് ബുദ്ധിയുണ്ട്, ശക്തിയുണ്ട്, സ്വാധീനമുണ്ട്, മുതൽ മുടക്കാൻ പണമുണ്ട്, റെക്കമെൻഡ് ചെയ്യാൻ ആളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഇതെല്ലാം ദൈവത്തിൻ്റെതാണെന്നും പറഞ്ഞ് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് നീ സമർപ്പിക്കണം. ഇപ്പം എന്താ സംഭവിച്ചു? ഇപ്പം ഈ മലത്തിൽ നിന്ന് ചോര പോകുന്നതിൻ്റെ കാരണമായിട്ടുള്ള ആമാശയത്തിൻ്റെയും അല്ലെങ്കിൽ കുടലുകളുടെയും ഡിസീസ്ഡ് ആയിട്ടുള്ള അവസ്ഥ ഇവർക്ക് സയൻറ്റിഫിക്കായിട്ട് കൈകാര്യം ചെയ്ത് മെഡിക്കേറ്റഡ് അത് ചെയ്യാം എന്ന് അവർക്കൊരു ബോധമുള്ളത് കൊണ്ട് ദൈവത്തിരുസന്നിധിയിൽ അത് സമർപ്പിച്ചിട്ടില്ല. ഈ കൊടുത്ത പോയിന്റ് ഇത് നിങ്ങൾക്ക് വരും. ഈ അപകടം വരുത്താതിരിക്കാനാണ് ഇപ്പോൾ ഈ സാക്ഷ്യം പറയണത്. ഇവരതിന് ശേഷം ഉടമ്പടി ചെയ്ത് അബുദാബിയിലേക്ക് പോയി. അബുദാബിയിലോട്ട് പോയിട്ട് പിറ്റേ ദിവസം ഇവർ കറിക്ക് അരിയാൻ വേണ്ടി ചോപ്പിംഗ് ആയിട്ട് ബോർഡില്ലേ, നമ്മൾ പച്ചക്കറി അരിയുന്ന സാധനമുണ്ടല്ലോ, അത് ആ ബോർഡ് എടുത്ത് കത്തിയൊക്കെ എടുത്ത് ഇവർ രാവിലെ എടുത്ത് ഈ സാധനം എടുത്തായിട്ട് ഒരു ഓർമ്മ ഉണ്ട്. അടുത്ത സെക്കൻഡിൽ കണ്ണ് തെറ്റി കത്തി താഴെ വീണ് തള്ളവിരലിൻ്റെ ഞരമ്പ് മുറിഞ്ഞുപോയി. ചോര ഇങ്ങനെ പൈപ്പിൽ നിന്ന് വെള്ളമനോ ചീറ്റാൻ തുടങ്ങി. ഇവർക്ക് ബോധം പോയി. ഇവരെ പൊക്കി ആശുപത്രി കൊണ്ടുപോയപ്പോൾ അതൊക്കെ മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നേ. അതൊക്കെ മുമ്പ് ഇവരൊന്ന് ആശുപത്രി പോയായിരുന്നു. ആശുപത്രി പോയപ്പോൾ ഡോക്ടർ ഇവരുടെ മലത്തിൽ നിന്ന് ചോര പോകുന്ന കാര്യത്തെക്കുറിച്ച് ഡോക്ടർ സംസാരിച്ചായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അതിന് എൻഡോസ്കോപ്പി എടുക്കണം, ഈ വായിൽ കൂടി ക്യാമറ കയറ്റി വിടണ പരിപാടിയുണ്ട്. പിന്നെ കൊളനോസ്കോപ്പി എടുക്കണമെന്ന് പറഞ്ഞ്, അതെന്താണ് കുടലിലൂടെ ക്യാമറ കയറ്റി വിടുന്നത്. പക്ഷേ അവിടെയൊക്കെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ സമയമുണ്ട്, അതിന് 1 മാസം എടുക്കും. 1 മാസം എൻഡോസ്കോപ്പിയും കൊളനോസ്കോപ്പിയും എടുത്താൽ മാത്രമേ മലത്തിൽ നിന്ന് ചോര പോയ കാര്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതിന് 1 മാസത്തെ ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. അതുവരെ ചോര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഈ മെറിറ്റിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റേതായിട്ടുള്ള ഒരു പരാധീനതയുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, ബോധമുണ്ട്, അറിവുണ്ട്, പണമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ ദൈവത്തെ അവോയ്ഡ് ചെയ്യരുത്. ദൈവത്തെ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ എന്ന് എപ്പോഴും ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളുടെ കലിബറ്, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ കപ്പാസിറ്റി, കഴിവ് ദൈവത്തെ അറിയാതെയോ അവബോധ തലത്തിലോ ദൈവത്തെ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ എന്ന് എൻ്റെ മക്കളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് ഉടമ്പടിയുടെ ലെവല് നമ്മൾ നോക്കുകയാണ്. ഇപ്പം ജനറേറ്ററൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് പോയി അവിടെ മാനേജറെ പോയി നോക്കും, ഓയിൽ ലെവല് കറക്റ്റാണോ നോക്കും. അത് കാറിന് നോക്കത്തില്ലേ, വെള്ളമുണ്ടോ എന്ന് നമ്മൾ നോക്കത്തില്ലേ. ഇതുപോലെ ദൈവത്തെ അവോയ്ഡ് നമ്മുടെ ജീവിത മണ്ഡലങ്ങളിൽ നമ്മുടെ ബുദ്ധിക്കും കഴിവിനും ചെയ്യാവുന്ന കാര്യങ്ങളെ ദൈവത്തിന് സമർപ്പിക്കാതെ ആ മേഖല ദൈവത്തെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എൻ്റെ മക്കൾ നോക്കണം. കാര്യം ഉടമ്പടി വർക്ക് ചെയ്യണത് നിൻ്റെ നിലപാടിലൂടെയാണ്. എൻ്റെ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇവർക്ക് സത്യം പറഞ്ഞാൽ പേടിയെന്നല്ല, അതിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഹെവി വല്ല ഓപ്പറേഷനോ വല്ലതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ
അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അത് കാരണം ഇവരിതിനെ ഫേസ് ചെയ്യാൻ പറ്റാതെ കൊളോണോസ്കോപ്പി എൻഡോസ്കോപ്പി എടുക്കണം. അപ്പോൾ ആ ഒരു വിഷയം ഉള്ള സമയത്താണ് കാലിൽ കത്തി വീണിട്ട് ഇത് മുറിഞ്ഞത്. അപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമായി. ഉടമ്പടിക്ക് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ശ്രദ്ധിക്കുക. ഇവരെങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യണമെന്ന് ഓർക്കണം നിങ്ങൾ. അതായത് ഇവർക്ക് ഭയങ്കര സങ്കടമായി. കാര്യം അവരങ്ങനെ പറയുന്നുണ്ട്, ഇപ്പം ആകെ മൊത്തം കുളവായല്ല എന്ന്. അത് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, ആകെ മൊത്തം ചളുവായല്ല എന്ന്. കാര്യം ഇവർക്ക് ഇനി എൻഡോസ്കോപ്പി എടുക്കണം, കൊളോസ്കോപ്പി എടുക്കണം. ഇപ്പം ഡോക്ടർ എന്താ പറയണത്, ഇത് സ്കാൻ ചെയ്ത് തള്ളവിരൽ അറ്റുപോയത് സ്കാൻ ചെയ്തപ്പോൾ സ്കാൻ ചെയ്ത ഡോക്ടർ പറയും ഇത് മുറിഞ്ഞെന്നാണ് തോന്നണത്. അപ്പം ഇവർക്കും അറിയാം മുറിഞ്ഞെന്ന്. കാര്യം തള്ളവിരൽ അനങ്ങണില്ല, ഈ ഡെഡ് ബോഡി പോലെ ഇരിക്കുകയാണ്, മരവിച്ച ആൾക്കാരുടെ കൈ പോലെ ഇരിക്കുകയാണ്, അനങ്ങണില്ല. അപ്പം അത് ബ്ലഡ് അത് വെയിൻ അറ്റുപോയിട്ടാണ്. പക്ഷെ വെയിൻ അറ്റുപോയോ എന്ന് പറയാൻ സ്കാൻ റിപ്പോർട്ടിൻ്റെ അകത്ത് ഇങ്ങനെ ബ്ലഡെല്ലാം കയറിയിരിക്കണ കാരണം സ്കാൻ റിപ്പോർട്ടിൽ വ്യക്തമല്ല, അറ്റുപോയത് കാണുന്നില്ല. പക്ഷെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഇത് സർജൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ സർജൻ പറയും ഇത് അറ്റുപോയെന്നാണ്. എന്നിട്ട് ഇതിൻ്റെ ഓപ്പറേഷൻ നിശ്ചയിക്കും. ഇപ്പോൾ വേറെ 2 ഓപ്പറേഷൻ കിടപ്പുണ്ടേ, വേറെ 2 ഓപ്പറേഷൻ കിടക്കും, എൻഡോസ്കോപ്പിയും കൊളോസ്കോപ്പിയും കിടപ്പുണ്ട് വേറെ. അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു സാധനം കയറി വിടും. എന്നിട്ട് ഇവർ ദൈവത്തെ വിട്ടുപോകാതെ, അപ്പോൾ ഭർത്താവ് പറയുന്നുണ്ട് നിൻ്റെ പ്രാർത്ഥനയും കൂടുതലാണ്, നിനക്ക് പണിയും വരുന്നുണ്ടല്ലോ എന്ന് പറയും. അത് അദ്ദേഹം പറയുന്നുണ്ട്. അതും ഇതൊക്കെ നമ്മളുടെ അതായത് നമ്മുടെ ഈ മെരിറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടിയിൽ ഇപ്പം മെരിറ്റ് കുറഞ്ഞു കൊണ്ടാ എന്തെങ്കിലും ദുരന്തമോ ദുഃഖമോ പരാജയമോ വരുമ്പോൾ എൻ്റെ മക്കൾ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഉടനെ നീ ആരോ എന്തൊക്കെ ചെയ്തു വെച്ചിരിക്കണ കൊണ്ടാണ് ഞാനിങ്ങനെ ഗതി പിടിക്കാത്തത്, ഇങ്ങനെ നിൻ്റെ മെരിറ്റ് പോണതനുസരിച്ചുകൊണ്ട് നീ നാട്ടുകാരുടെ കഴുത്തേ കയറരുത്. മനസ്സിലായില്ലേ? അതാണ് ആൾക്കാർ ചെയ്യണത്. ബുദ്ധിയും വിശ്വാസം ഇല്ലാത്തവർ ചെയ്യണത് അങ്ങനെയാണ്. ആരോ എന്ത് പണി ചെയ്തിരിക്കുന്നതാണ് എന്ന് വിചാരിക്കും. അപ്പം അങ്ങനെയല്ല. ഇവരിങ്ങനെ പറയണത്, ഇവർ പ്രേയറിലൂടെ മൂവ് ചെയ്യുമ്പോഴും 2-3 കാര്യങ്ങൾ നെഗറ്റീവ് സംഭവിച്ചിട്ട് എന്താ അവിടെ സംഭവിക്കുന്നത്, ഇവിടെ മെരിറ്റ് പോകും, യോഗ്യത പോകും. യോഗ്യത കുറഞ്ഞ് വരും. യോഗ്യത കുറഞ്ഞ് വരുമ്പോൾ നിങ്ങളുടെ ബേസിക്കായിട്ടുള്ള യോഗ്യത, ഇതൊരു എൻജിനീയറിംഗ് ആണ് കേട്ടോ, ഒരു കവനൻ്റ് എൻജിനീയറിംഗ് ആണ് ഞാനീ പറയണത്. എങ്ങനെയാണ് ഇതിനെ സ്റ്റിയർ ചെയ്ത് പോകേണ്ടതെന്ന്. അതായത് കവനൻ കാലത്ത് നിങ്ങളുടെ യോഗ്യത, നിങ്ങളുടെ കപ്പാസിറ്റികളിൽ ചില സമയത്ത് ദൈവം ബോധപൂർവ്വം ഇടപെട്ടെന്ന് വരും. അപ്പോൾ നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത് അല്ലെ എന്ന് ടെസ്റ്റിംഗ് ഉണ്ടാകാൻ വേണ്ടിയാണ്. 2 തിമോത്തി 1:12. 2 തിമോത്തി 1:12. ഇക്കാരണത്താലാണ് ഞാനിപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത്. ഇക്കാരണത്താലാണ് ഞാൻ ഇതെല്ലാം സഹിക്കുന്നത്. ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം. അതാണ് സംഭവം. അതായത് നമ്മളിപ്പോൾ അവർ റെന്നി വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ആരില്ല? മെഡിക്കൽ സയൻസിലാണ്. മനസ്സിലായില്ലേ? അവർ റെന്നി വിശ്വാസം എന്തുകൊണ്ടാണ് അവിടെ ബ്ലീഡിങ്, മലത്തിലൂടെയുള്ള ബ്ലീഡിങ് എന്തുകൊണ്ടാണ് ഉടമ്പടിയിൽ ചുമ്മാ ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുക മാത്രം ചെയ്തതിൻ്റെ കാരണം എന്താണ്? അവർ ആശ്രയം വെച്ചിരിക്കുന്നത് മെഡിക്കൽ സയൻസിലാണ്. മനസ്സിലായി? അവർ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. അതിന് വിശ്വാസം അർപ്പിക്കേണ്ടതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ വിശ്വാസം അർപ്പിക്കുമ്പോഴും ബേസിക്കായിട്ടുള്ള നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കണം. ഫുള്ളായിട്ട് നിങ്ങൾ മെറ്റീരിയൽ വേർഡിൽ നിങ്ങളുടെ വിശ്വാസം വിട്ടുകൊടുക്കരുത്. നമ്മൾ ആരെല്ലാം എന്തെല്ലാം നമ്മളെ എങ്ങനെയെല്ലാം, ഇപ്പോൾ നിങ്ങൾ 2 ലക്ഷം രൂപ ഒരാൾക്ക് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ 20 ലക്ഷം രൂപ നിങ്ങളുടെ മകളെ കെട്ടിക്കുന്ന സമയത്ത് തിരിച്ചു തരാമെന്ന് നിങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉറപ്പുള്ള കാശാണ്, നമുക്ക് കൊടുത്ത കാശാണ്, കിട്ടാനുള്ള കാശാണ്, ഓക്കെയാണ്, അയാൾ നമുക്ക് തരും. പക്ഷേ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ പൈസ കൊടുക്കേണ്ട സമയത്തായിരിക്കും നമ്മൾ ചെല്ലുമ്പോൾ പറയും, അയാൾ ചോദിക്കും കൈനീട്ടം വൈകുന്നേരമായ വല്ല കുഴപ്പമുണ്ടാകുമെന്ന് ചോദിക്കും. നമ്മൾ ഈ കോമഡി കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മൾ ആക്കിക്കളയും.
അതെന്താ നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്ന അയാളുടെ കാശാണ്, അത് നിങ്ങളുടെ കാശ് തന്നെയാണല്ലോ എന്നാണ്. ഇങ്ങനെയുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് പലരുടെയും സ്ഫോടകാത്മകമായ അവസ്ഥകൾ. നിങ്ങൾക്ക് ഇപ്പം കിട്ടും നിങ്ങൾ കൈപ്പിടിയിലാണെന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ ഒരു വശം നിങ്ങൾ ദൈവത്തെ തന്നെ സമർപ്പിക്കണം. ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. നാളെ ഞങ്ങൾ ഇന്ന കടയിൽ പോകും, ഇന്ന പട്ടണത്തിൽ പോകും, ഇന്ന വ്യാപാരം ചെയ്യും, ലാഭമുണ്ടാക്കും, ആർക്കും പറയാം. പക്ഷേ ഒരു ക്രൈസ്തവന് പറയാൻ പറ്റത്തില്ല. അതല്ലേ എടുത്ത നമ്മളെ ഇവിടെ യാക്കോബിൻ്റെ ലേഖനം, നാളെ നിങ്ങൾ ഇന്ന പട്ടണത്തിൽ പോകും, ഇന്ന വ്യാപാരം നടത്തും, ലാഭമുണ്ടാക്കും എന്ന് ആർക്കും പറയാം. പക്ഷേ ഒരു വിശ്വാസിക്ക് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? വിശ്വാസി പറയുമ്പോഴേ അതിൻ്റെ പ്ലേസ്മെൻറ്റ് നോക്കണം. കർത്താവ് മനസ്സാകുന്നെങ്കിൽ എന്ന് കൂട്ടിച്ചേർക്കണം. നിനക്ക് ബുദ്ധിയുണ്ട്, ബോധമുണ്ട്, നിനക്ക് PR കിട്ടാനുള്ള സാഹചര്യമുണ്ട്, നിൻ്റെ ആൾക്കാർ കാനഡയിലെ UK അല്ലെങ്കിൽ നിനക്ക് PSCയിലാണെങ്കിൽ ശരി, നിനക്ക് പഠിച്ച് പാരമ്പര്യമായിട്ട് നോക്കുമ്പോൾ എല്ലാത്തിനും റാങ്കിൽ വന്നിരിക്കുന്നതാണ്, അതൊരു മെറിറ്റിൽ നീ കയറിപ്പോകുന്നൊക്കെ നീ പറഞ്ഞാലും നീ ഒരു വിശ്വാസിയാണ് നിനക്ക് പറയരുത്. എന്താ കാര്യം? കർത്താവിനോട് സ്പേസ് ഉണ്ട്, അവിടെ ദൈവഹിതത്തിന് സ്പേസ് ഉണ്ട്. അവിടെ എന്ത് ചെയ്യണം? കർത്താവ് മനസ്സാകുന്നെങ്കിൽ വായിച്ചോളൂ. യാക്കോബ് 4:13-14-15. യാക്കോബ് 4-ാം അധ്യായം 14-15. ഇന്നോ നാളെയോ പറഞ്ഞേ, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ, നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽമഞ്ഞാണ് നിങ്ങൾ. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. ഇതാണ് അതായത് നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. ഇതാണ് സമർപ്പണം. നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലായിട്ട് നിങ്ങൾ ഓക്കെ ആയിരിക്കുന്ന കപ്പാസിറ്റി ഉള്ള വിഷയങ്ങളാണെങ്കിൽ പോലും വിൽ ഓഫ് ഗോഡ്, ദൈവ തിരുമനസ്സാണെങ്കിൽ ഞങ്ങളത് ചെയ്യും. അപ്പോൾ ദൈവ തിരുമനസ് ഇതിൻ്റെ ഒരു പാക്കേജിൻ്റെ ഭാഗമാക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ആ മോൾക്ക് റെനിക്ക് പറ്റിയ കുഴപ്പം എന്താ? റെനി ആ ബ്ലീഡിങ്ങിൻ്റെ വിഷയം അവർക്ക് മെഡിക്കൽ സയൻസിൽ അറിയാവുന്ന, അവർ പറയുന്നുണ്ട് സാക്ഷ്യത്തിൽ, മെഡിക്കൽ സയൻസിൻ്റെ അറിയാവുന്ന കൊണ്ട് അതൊരു മെഡിക്കൽ പ്രൊസീഡിങ്സിൻ്റെ ഭാഗമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഉടമ്പടി പ്രൊസീഡിങ്സിൽ നിന്ന് അത് മാറ്റിക്കളഞ്ഞ് ആ സ്പേസിലില്ല. ദാറ്റ് മീൻസ് അത് അവരുടെ ബേസിക് മെൻറ്റാലിറ്റിയാണ്. ഒരു സിംഗിൾ ഇഷ്യൂസിന് വേണ്ടിയുള്ള ഒരു നടപടിക്രമമല്ല, അവിടെ നിലപാടാണത്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ദൈവത്തെ ഉൾപ്പെടുത്തത്തില്ല. ദാറ്റ് ഇസ് റോങ്. അവർക്ക് ബുദ്ധി കൊണ്ടോ പണം കൊണ്ടോ സ്വാധീനം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ദൈവത്തിന് അവിടെ പ്രൊവിഷനില്ല. അത് ദൈവത്തിൻ്റെതല്ല. ആ വിഷയത്തിൽ ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് അവർക്ക് മറ്റു തരത്തിലൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രം ദൈവത്തിൻ്റെ സമർപ്പണത്തിൽ കൊണ്ടുവരും. പക്ഷേ എന്താ ദൈവം ഉദ്ദേശിക്കുന്നത്? ഒരു ദൈവ പൈതലാണെങ്കിൽ നിൻ്റെ കഴിവുകേടുകളും എല്ലാം ബേസിക്കായിട്ട് നീ ദൈവത്തിന് ഏൽപ്പിച്ചിട്ട് വേണം നിൻ്റെ ആധ്യാത്മിക ജീവിതം പുനഃക്രമീകരിക്കാൻ. നീ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്, ബേസിക്കായിട്ട് നീ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലുള്ള ആളാണെങ്കിൽ ദൈവം ഈ വിഷയത്തിൽ ഇടപെടും. റിനുവിന് സംഭവിക്കണത് എന്താ? കത്തി വീണു, അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറയും. അപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാണ്. എന്താ കാര്യം എന്താ വെച്ചാൽ ഇത് തള്ളവിരലല്ലേ, അപ്പോൾ വിരൽ അനങ്ങണില്ലേ, അനങ്ങാതെ ഇങ്ങനെ ഇരിക്കണം, വരച്ചിങ്ങനെ ഡെഡ് ബോഡി പോലെ. ഈ നമ്മൾ മോർച്ചറി ചെല്ലുമ്പോൾ കാണുന്നില്ലേ, ഞാൻ കുറേ മോർച്ചറി പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ തള്ളവിരലല്ല കെട്ടിവെക്കണത് ആളിൻ്റെ പേര്, അപ്പോൾ അതുപോലെ ഇങ്ങനെ തള്ളവിരൽ ഇരിക്കുക, അനക്കമില്ല. പക്ഷേ ഇത് അപ്പോൾ ഡോക്ടർ, അപ്പോൾ ഇവൾ
ജപമാല ചൊല്ലുന്ന ആളാണ്. ജപമാല ചൊല്ലിക്കൊണ്ട് ഡോക്ടർ ഇപ്പോൾ ഓപ്പറേഷൻ ഡേറ്റ് നിശ്ചയിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ അപ്പോഴ് അമ്മയെ വിളിക്കും, പരിശുദ്ധ അമ്മേ ഓപ്പറേഷൻ വേണ്ടെന്ന് പറയും. അവിടെ സ്പേസായി, അവിടെ ആ സ്പേസിലേക്ക് വരും ആൾ. കണ്ട പതുക്കെ ഈ സാധനം അവിടെ അമ്മ കക്ഷിയാവും. നിങ്ങളുടെ കേസിൽ അമ്മയെ കക്ഷിയാക്കാത്താണ് കുഴപ്പം വരുന്നത് ചില കാര്യങ്ങൾക്ക്. ഫുൾ ആൻഡ് ഫുൾ. അപ്പോൾ അമ്മയെന്ന് വിളിക്കുക, അമ്മേ ഓപ്പറേഷൻ വേണ്ട എന്ന് പറയും, എനിക്ക് പറ്റത്തില്ലെന്ന് പറയും. ഉടനെ ഡോക്ടർ പറയും നമുക്ക് വെയിറ്റ് ചെയ്യാം, ഒരാഴ്ച വെയിറ്റ് ചെയ്യാമെന്ന് പറയും. അവർ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നോക്കി അവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അത് പ്രെയർ ടൈം, അത് ആ ടൈം പ്രെയർ ടൈമാണ്. ഒരാഴ്ച വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓപ്പറേഷൻ മാറ്റാമെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് അതെന്ന് വെച്ചാൽ അങ്ങേക്കത് കൃത്യമായിട്ടത് സ്കാനിങ് റിപ്പോർട്ടൊക്കെ വ്യക്തമാകണം. അപ്പോൾ റീസ്കാൻ ചെയ്യുമ്പോൾ ബ്ലഡെല്ലാം മാറി ഇപ്പോൾ ഓക്കെ ആയി കാണുമല്ല. അപ്പോൾ അത് മുറിഞ്ഞിരിക്കണമെങ്കിൽ മുറിഞ്ഞിരിക്കും. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ ഓപ്പറേഷൻ അല്ല വരുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് എൻഡോസ്കോപ്പി കൊളോസ്കോപ്പി കിടപ്പുണ്ട്, അത് വേറെ വിഷയം. അതിപ്പോൾ ഈ കാലിൻ്റെ വേദനയും മുറിഞ്ഞു പോയ ബ്ലഡ് കഴിഞ്ഞപ്പോൾ എൻഡോസ്കോപ്പിയൊക്കെ മറന്നവർ പരിപാടി ആപ്പടെ ബ്ലഡ് ബ്ലീഡിങ്ങൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അതിപ്പോൾ റെഫറൻസിന് എടുക്കണില്ല, വേറെ ഒരു വിഷയമായി. അപ്പോൾ ഭർത്താവ് ചോദിച്ചു, നിൻ്റെ പ്രാർത്ഥന കൂടുന്തോറും നിനക്കിതുപോലെ പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഇവർ വിട്ടുകൊടുക്കത്തില്ല. അതോർത്തിട്ടോ ശരിയാണല്ലോ, എനിക്ക് പ്രശ്നമാണല്ലോ എന്ന് പറയത്തില്ല. അതെ, ചില ആൾക്കാരെങ്ങനെ പറയും. കാര്യം നമ്മൾക്ക് എന്തെങ്കിലും ഈടറിവ് സംഭവിക്കുമ്പോഴാണ് നമുക്കറിയാമല്ലോ, നമ്മൾ വെറുതെ കിടന്നാൽ വരെ ഷുഗർ രോഗം ഉണ്ടെങ്കിലൊക്കെ ഉറുമ്പ് നമ്മുടെ അടുത്ത് വരത്തുള്ളൂ. ചത്ത് കിടന്ന ഉറുമ്പ് മാത്രമല്ല, പാറ്റ, പല്ലി, എല്ലാ ക്ഷുദ്രജീവികളും. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒന്നുമില്ല. പക്ഷെ ഒരു ഡെഡ് ബോഡി കിടക്കുകയാണെങ്കിൽ എവിടെ നിന്നെല്ലാം ഒക്കെ ഉറുമ്പും ഈച്ചയും എല്ലാ സാധനവും വരണ കാണാം. ഇതുപോലെ തന്നെയാണ് ആധ്യാത്മികമായി നമ്മൾ ചത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലോകത്തിലുള്ള എല്ലാ നിരീശ്വര ഈച്ചകളും വരും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ പറയും, ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കൂടിയില്ലേ, ഇപ്പം എന്നാ പരിപാടി, ഇങ്ങനെയാണ് കാണേണ്ടത്, ഇങ്ങനെ പറിച്ചുകൊണ്ടിരുന്നാൽ മതിയാ, ഇതൊക്കെ ചോദിച്ചുകൊണ്ട് ഓരോ വയ്യാവേലികൾ വരും, ജോബിൻ്റെ അടുത്ത് വന്ന പോലെ. അപ്പം ഇതിനകത്ത് അറിഞ്ഞുകൊണ്ടല്ല, ഭർത്താവ് അങ്ങനെ മോശമായിട്ട് പറയുകയല്ല, നല്ല സ്നേഹമുള്ള ഭർത്താവാണ്. പക്ഷേ ഇവളുടെ പ്രാർത്ഥന കൂട്ടിയിട്ട് ഇവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നതല്ല എന്ന് ഓർക്കുമ്പോഴും, പക്ഷെ പുള്ളിയുടെ കൗണ്ടർ ഇങ്ങനെ ഇവരുടെ കരളിനീട്ട് തന്നെ കൊള്ളുന്നുണ്ട് ശരിക്കും. പക്ഷേ ഇവളെ കൗണ്ടർ നേരെ മാതാവിൻ്റെ അടുത്തൊരു, അമ്മേ ഞാൻ വീട്ടിൽ ഒറ്റപ്പെട്ടു, എന്താ കാര്യം, ഡോക്ടർ ഓപ്പറേഷൻ പറയണ്, ഭർത്താവും ഓപ്പറേഷൻ പറയണ്, പക്ഷേ എനിക്ക് ഓപ്പറേഷൻ വേണ്ട, നീ എന്നെ സുഖപ്പെടുത്താം. അതാണ് പ്രശ്നം. അവിടെ ഇപ്പോൾ അമ്മ കക്ഷിയായി. ഉടനെ അമ്മ കക്ഷിയായി എൻ്റെ അടുത്ത്. ഭർത്താവ് ഓപ്പറേഷൻ പറയുന്നു, അല്ല ഡോക്ടർ ഓപ്പറേഷൻ പറയുന്നു, ഭർത്താവ് പറയണതും ഓപ്പറേഷൻ പറയുന്നുണ്ട്. പക്ഷേ ഒരു ബേസിക്കായിട്ട് വിശ്വാസിയാണ്. ഇത് ഒരു കാര്യം പറഞ്ഞില്ലെന്നേ ഉള്ളൂ, അതവരുടെ മെഡിക്കൽ സയൻസിന് അവർ മെഡിക്കൽ പ്രാക്ടീഷനായതുകൊണ്ട് അവർ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിൽ ദൈവത്തോട് അടുപ്പമുള്ള കക്ഷിയാണ്. അപ്പോൾ അവർ പറഞ്ഞ അമ്മയോട് പറയും, അമ്മേ നീ എന്നെ സുഖപ്പെടുത്തും, എനിക്ക് ഓപ്പറേഷൻ വേണ്ടെന്ന് പറയും. ഉടനെ അവിടെ ഒരു തീരുമാനം എടുക്കും. ഈ ആരാധന ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ആരാധന എക്കാലത്തും ആരാധന തന്നെയാണ്, അതൊരു പ്രോഗ്രാമല്ല. ഇപ്പം ഈശോയുമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം ഒരു പ്രോഗ്രാമല്ല. അപ്പോൾ റീനു എന്താ പറയണത്, ഞാനിപ്പോൾ ഒരു യൂട്യൂബിലൊരു ഉടമ്പടി ആരാധന കൂടും, അത് 2 മണിക്കൂറാണ്, അത് മൊത്തം ഞാനിതിന് കൂടും. പക്ഷേ അമ്മയോട് എനിക്ക് കാര്യം പറയാനുണ്ട്, 3 മണിക്കൂറിനുള്ളിൽ എൻ്റെ കാല് നിവർന്നിരിക്കണമെന്ന് പറയും. അതാണ് അധികാരമെന്ന് പറയണത്. ആധ്യാത്മിക ബന്ധം ഉണ്ടാകുമ്പോൾ അധികാരം ഉണ്ടാകും മനുഷ്യനെ. ഞാനിനി ഉടമ്പടി ആരാധന ഇപ്പോൾ ഇരുന്ന് കൂടും, 2 മണിക്കൂറുണ്ടത്, അത് മൊത്തം കൂടും. അമ്മയ്ക്ക് ഞാൻ 3 മണിക്കൂർ തരാം. 2 മണിക്കൂർ ആരാധനയുടേത്, 1 മണിക്കൂർ എക്സ്ട്രാ. 3 മണിക്കൂർ കഴിയുമ്പോൾ എൻ്റെ കാല് നിവർന്നിരിക്കണം, എനിക്ക് ഓപ്പറേഷൻ പറ്റത്തില്ലെന്ന് പറയും. എന്ന് പറഞ്ഞ് ഇവൾ ഒരു 2 മണിക്കൂർ ഇരുന്ന് തുടരാൻ ആരാധന കൂടും. എന്നിട്ട് 3 മണിക്കൂർ വരെ ഇരുന്ന് പ്രാർത്ഥിക്കും. 3 മണിക്കൂർ, കറക്റ്റ് 3 മണിക്കൂർ കഴിയുമ്പോൾ കാല് പൊക്കും. എൻ്റെ ദൈവമേ, ആ തള്ളവരിൽ അങ്ങനെ തന്നെ പഴയതുപോലെ പൊങ്ങി വരും. ഇതാണ് അതായത് അപ്പം ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റായി. ഇവള് ഭർത്താവിനോട് പറയുന്നത് എൻ്റെ കൈ വിരല് പഴയതുപോലെ എന്ന് പറയുമ്പോൾ ഭർത്താവ് അംഗീകരിക്കത്തില്ല. പിന്നെ അത് ഡോക്ടർ പറയണമെന്ന് പറഞ്ഞു, നീയാണോ പറയണത്? അതാണ് ആൾക്കാരുടെയൊക്കെ സ്വഭാവം. ഇതാണ് അതായത് രോഗിയായ നീ മിണ്ടണ്ട,
രോഗിയല്ലേ ഇത്രയും നേരം മരവിച്ചിരുന്ന തള്ളവിരൽ ഉയർത്തുകയും പൊക്കുകയും ചെയ്യണത്. പക്ഷേ സ്വന്തം ഭർത്താവിന് രോഗിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. അതായത് ഇപ്പോൾ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് ഭർത്താവിന് വേണ്ടത് ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റാണ്. അതായത് ഡോക്ടർ പറയണം കൈ സുഖപ്പെട്ടു, രോഗി പറഞ്ഞാൽ പോരാ. ഇതാണ് ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ അല്ല, ഒരു ദുരന്തം. ആ രോഗി പറഞ്ഞാൽ പോരാ, രോഗിയല്ല പറയേണ്ടത്, ബേസിക്കായിട്ട് അവളല്ല അനുഭവിക്കണത്. ഇന്നലെ ഈ നിമിഷം വരെ ഡെഡ് ബോഡി ആയിട്ടിരുന്ന വിരലാണ് ഇപ്പോൾ പൊങ്ങാനും താരാനും തുടങ്ങിയപ്പോൾ അവളുടെ ബോഡിയിലുള്ള പെയിനും ഇല്ല, ഒക്കെയായി. പക്ഷേ പറ്റത്തില്ല ഭർത്താവിന് പറയും നിനക്ക് വേദന ഇല്ലെന്ന് ഡോക്ടർ പറയണം. അതെങ്ങനെ പറയാൻ പറ്റും? നിനക്ക് ഇത് സുഖപ്പെട്ടു എന്നുള്ളത് ഡോക്ടർ പറയണം. അപ്പോൾ ഇവൾക്ക് പിന്നെയും വിഷമമായി. ഇനി ഡോക്ടറിന് ചിലപ്പോൾ ചില ഡോക്ടർമാർക്ക് ആളെ കണ്ട ഓപ്പറേഷൻ ചെയ്യണമെന്ന് തോന്നുന്ന സർജന്മാരുണ്ട്. അപ്പോൾ ഞാൻ ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ദേ നോക്കിയേ എൻ്റെ കാല് ഇപ്പം അനങ്ങണില്ല, അത് പൊങ്ങി വരുന്നുണ്ട്, പഴയതുപോലെ ആയെന്ന് പറഞ്ഞു. അത് പഴയതുപോലെ ആയിട്ടില്ലെന്ന് ഡോക്ടർ പറയും. അത് പഴയതുപോലെ ആയിട്ടില്ലെന്ന്. അപ്പോൾ ഒക്കെ പേടിയായി. ഇല്ല ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് നോക്കൂ, അത് പഴയതുപോലെയായി. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെങ്ങനെ സംഭവിച്ചു? പിന്നെ അധികം നേരം അവരെ മുറിയിൽ നിന്നില്ല. അത് കർത്താവ് ചെയ്ത പരിപാടിയാണെന്ന് പറഞ്ഞവിടെ ഇറങ്ങിപ്പോകുന്നു. ആ സാക്ഷ്യം നല്ല രസമാണ് കേൾക്കാൻ. അപ്പം തിരിച്ച് വീട്ടിൽ ഒരു പിന്നെയും കിടപ്പുണ്ടല്ലോ എൻഡോസ്കോപ്പി കൊളോണോസ്കോപ്പി, പഴയ ഫയല് മാതാവിൻ്റെ അടുത്ത് വെക്കാഞ്ഞ ഫയലില്ലേ, അപ്പോൾ ആ സ്റ്റാപ്റ്റർ അത് റണ്ണിങ് ആണല്ല. അപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഉടമ്പടി മണാഗുണാന്നൊക്കെ ഇപ്പം ചുമ്മാ ഒന്ന് പോണ്ടിയിട്ടിട്ടേ ഉള്ളു, പക്ഷേ ഇപ്പം ഞാൻ പണി മേടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ വിഷയം എൻ്റെ ഹീമോഗ്ലോബിൻ 8 ആണ്, ഇതൊന്ന് 12 തന്നാൽ, അവർ സയൻറ്റിഫിക്കായിട്ടാണ് അമ്മയോട് സംസാരിക്കണത്, ഇതൊരു 12 തന്നാൽ പിന്നെ എനിക്ക് ഓപ്പറേഷൻ്റെ ആവശ്യമില്ല എന്ന് പറയും, അല്ലെങ്കിൽ ഇങ്ങനെ കുഴലിറക്കേണ്ട കാര്യമില്ല എന്ന് പറയും. അതിനുശേഷം ഇവർ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലം കൂടി ചേർത്ത്, അപ്പോൾ സയൻസ് പോയി, മനസ്സിലായില്ലേ, മെറിറ്റ് പോയി. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഗ്രേസ് അവർക്ക് ചെയ്യണത്. ഇവരോട് ഉടമ്പടി ഉപ്പ് ഉടമ്പടി തൈലം കൂടി ചേർത്തിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി അവർ അല്പം എടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ ചേർത്തിട്ട് ചൂടുവെള്ളം കുടിക്കും. കുടിച്ച് 2 ദിവസം കഴിയുമ്പോൾ ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഹീമോഗ്ലോബിൻ 8 എന്ന് 12 ആവും, നോർമലാവും. അപ്പോൾ പിന്നെ ബ്ലീഡിങ് വരവ് നിറയ്ക്കും, ക്ലിയറായി, ആൾ പൂർണ്ണമായി സുഖപ്പെട്ട്. ശ്രുതികട്ടെ ഹല്ലേലൂയ. അപ്പോൾ അതായത് എപ്പോഴും ഈ വർക്ക് ചെയ്യുമ്പോൾ മെറിറ്റ് എന്ന് പറയുന്ന യോഗ്യത, നമ്മൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള യോഗ്യത, ഈ യോഗ്യത നമ്മൾ വലിയ ഒരു ബാധ്യതയായി വരുന്നുണ്ട് പലപ്പോഴും ആൾക്കാർക്ക്. കാര്യം എന്താണ്? അവർ റിയലൈസ് ചെയ്യണത് യോഗ്യതയിലാണ്. അപ്പോൾ യോഗ്യതയിൽ ഇപ്പം നമ്മൾ ആദ്യം 2ാമത് സാക്ഷ്യം കേട്ടില്ലേ, ബീന ലാലുവിന് ജോലിയുണ്ടേ, ഭർത്താവിനും ജോലിയുണ്ട്, മകനേ ജോലിയില്ലാതെ ഉള്ളൂ. അവനാണിപ്പോൾ ഈ മുസ്ലിം പള്ളിയൊക്കെ രാത്രി പോയി കിടക്കണമെന്ന് പറഞ്ഞാൽ ജോലിയൊക്കെ നഷ്ടപ്പെട്ട്. അപ്പോൾ അവർക്ക് നിക്കക്കള്ളിയുള്ള ആൾക്കാരാണ്, അവർക്ക് യോഗ്യത, അതാണ് മെറിറ്റ് എന്ന് പറയണത്. നിക്കക്കള്ളിയുണ്ട്. നിക്കക്കള്ളി ഉള്ളത് കാരണം ഈ വിഷയത്തിൽ അധികം ഇൻവെസ്റ്റ് കിട്ടിയാലും കൊള്ളാം, കിട്ടിയില്ലല്ലോ, എപ്പോഴും കിട്ടുമല്ലോ. അവൻ പഠിച്ചതല്ലേ, ആ ഹോട്ടൽ മാനേജ്മെൻറ്റ് നല്ലവണ്ണം പഠിച്ചതല്ലേ, അവൻ പ്രൊഫഷണലായിട്ട് പഠിച്ചതാണ്. അവൻ എപ്പോഴും ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആ അവസ്ഥ ഇപ്പോൾ മാറി ഇപ്പോൾ ജോലിയുമില്ല, വീടുമില്ല, കൂടുമില്ലാത്ത രീതി വഴിയാധാരമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന അവസ്ഥ വന്നപ്പോഴാണ് അവർക്ക് ഈ നമ്പർ കൊടുക്കേണ്ടത്. നമ്പർ വന്നിട്ട് ഈ ചേട്ടൻ വന്ന് ഇവിടെ ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്തിട്ട് മകനെ എത്രയും പേരെ റീസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉടമ്പടി ചെയ്യണത്. ഉടമ്പടി ചെയ്യണത് അമ്മ ആ വിഷയം പെട്ടെന്ന് കഴിഞ്ഞാൽ വിതിൻ നോ ടൈം എടുക്കും. ഒരാഴ്ചക്കുള്ളിൽ ഇവരമ്മ പോസ്റ്റ് ചെയ്യും. അതൊരു ഖത്തറിൻ്റെ ഒരു നല്ല മലയാളികളൊന്നുമില്ല, ഫോറിനേഴ്സ് മാത്രമുള്ള ഒരു ഖത്തറിൻ്റെ ഹോട്ടലിലേക്ക് അവനെ സ്പോൺസർ അവനെ അവിടെ, അതായത് ചെറിയൊരു ഇൻ്റർവ്യൂ മാത്രം എടുത്തിട്ട് കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ മെറിറ്റുകളൊന്നുമില്ല, ഫുൾ ആൻഡ് ഫുള്ള് ഗ്രേസിലാണിത് വർക്ക് ചെയ്യണത്. അതിന് ഈ സഹോദരി പറയുന്നത്, ബീനാലാൽ പറയണത്, ഹസ്ബൻഡുമായിട്ട് എപ്പോഴും എനിക്ക് പടയാ, ഞാൻ ആരെയും ഒന്നും അംഗീകരിക്കത്തില്ല, ഞാൻ എല്ലായിടത്തും ചെന്നിട്ടും ചില സമയത്തൊക്കെ അവർ പറഞ്ഞത് ഞാൻ കുറച്ച് എളിമപ്പെട്ടു, അതാണ് അവർ പറയുന്നതിൻ്റെ റീസൺ. അത് പലർക്കും അത് ബാധകമാണ് ശരിക്കും.
അതായത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം നമ്മളിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മുടെ എടുത്തുചാട്ടം, മുൻകോപം, കലഹവാസന, ഭിന്നത, മദ്യപാനം ഇങ്ങനെയുള്ള ജഡികമായിട്ടുള്ള ദൈവത്തെ അവോയ്ഡ് ചെയ്യണതാണ് ഇതെല്ലാം. ഉടമ്പടി അനുസരിച്ച് നമ്മൾ കാണിക്കുന്ന എല്ലാ വിഷയങ്ങളും, ദാർഢ്യങ്ങൾ, എടുത്തുചാട്ടങ്ങൾ, മുൻകോപം, കലഹവാസന, മറ്റുള്ളവരെ തർക്കിച്ച് ജയിക്കാനുള്ള അഭിവാഞ്ച, ഇങ്ങനെയുള്ള ഓരോ പരിപാടികളില്ലേ. ചിലർ ഭക്ഷണം എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ സഹകരിക്കാതിരിക്കുക, വീട്ടിൽ ജോലി ചെയ്യാതിരിക്കുക, ഇങ്ങനെ സ്ട്രൈക്ക് വീട്ടിൽ നടത്തണില്ലേ. അപ്പോൾ ഉടമ്പടി എടുത്തിട്ട് ഇതുപോലെയുള്ള അഭ്യാസങ്ങളൊക്കെ കാണിച്ചാൽ ദൈവം കൈയും കാര്യം വെട്ടാൻ സാധ്യതയുണ്ട്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നീ ദൈവത്തോട് ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം ഒരു കക്ഷി, നീ ഒരു കക്ഷിയാണ്. നിന്നെപ്പോലെ കുളിക്കാത്ത പണ്ടാരങ്ങളൊക്കെ വന്ന് ഉടമ്പടി എടുത്താൽ പണി കിട്ടുന്ന കാര്യം, പരമപരിശുദ്ധനായ ദൈവത്തോട് വൃത്തിമനയില്ലാത്തവൾ, അഹങ്കാരി, മുൻകോപി, വ്യഭിചാരി, മദ്യപാനം നടത്തുന്നവനെ, വീട്ടിൽ കലഹം ഉണ്ടാക്കുന്നത്, നാട്ടുകാരുമായിട്ട് അടിപിടി ഉണ്ടാക്കുന്ന ആൾക്കാർ ഒരു കക്ഷിയാണോ ദൈവമായിട്ട് ഉടമ്പടി എടുക്കാൻ? അല്ല. നിങ്ങൾ ആരുമായിട്ട് ഉടമ്പടി എടുക്കുന്നത്? പരമപരിശുദ്ധനായ ദൈവമായിട്ടൊരു കക്ഷി. മറ്റു കക്ഷി ആരാണ്? നിങ്ങളാണ്. നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് കൊണ്ട് സഹോദരങ്ങളോട് മിണ്ടത്തില്ല, സഹോദരങ്ങളോട് സംസാരിക്കത്തില്ല, സഹോദരങ്ങളെ വീട്ടിൽ കയറ്റത്തില്ല, ആർക്കും അർത്ഥയ്ക്ക് ഉപ്പ് തെക്കത്തില്ല. ഇന്നലെ ഒരു കൊച്ചിനെ പിടിച്ചെടുത്ത് നിൽക്കുകയാണ്. ഞാനിപ്പോൾ ഒരു രോഗിനെ, ക്യാൻസർ രോഗിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇടയ്ക്ക് ചെന്നപ്പോൾ ഇവളെ കൊച്ചിനെ എന്നെ കാണിച്ച്, അച്ഛാ കുഞ്ഞിനെ എന്തോ ഗുരുതരമായ രോഗമാണെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു, നീ ഉടമ്പടി എടുത്ത് എന്നാണ് എടുത്തത്? കഴിഞ്ഞ ആഴ്ച. ഉടമ്പടിയുടെ പത്രങ്ങളൊക്കെ കൊടുത്താൽ പത്രമൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു, രോഗികളൊക്കെ പോയി കാണാമെന്ന് ഒത്തിട്ടില്ല. അപ്പോൾ കൊച്ചിനെയും വെച്ചുകൊണ്ട് വന്നിരിക്കും. ഞാൻ വണ്ടി വിട്ടേക്കാൻ പറഞ്ഞു. കൊച്ചും കുഞ്ഞും വലുതും ഒന്നും പ്രശ്നമല്ല, ഉടമ്പടിയാണ് കൃപാസനത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ചത് ഇവളൊരു പരിപാടിയും ചെയ്തിട്ടില്ല. ഇവൾ പിന്നെയും കൊച്ചിനെയും ചോദിച്ചുകൊണ്ട് പിന്നെയും കൃപാസനത്തിൽ വന്നിരിക്കുന്ന അച്ഛനെ കാണണമെന്ന് പറഞ്ഞ്. ഒരു ബഹുമാനപ്പെട്ട അച്ഛൻ തൻ്റെ അമ്മയെയും കൊണ്ടുവിടുന്നുണ്ട്, ക്യാൻസർ രോഗമാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഞങ്ങൾ 3 മണിക്കൂർ ഇവിടെ നിന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു, അച്ഛാ സോറി, ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞ്. എന്താ കാര്യം? നമ്മളോട് ഈശോ പറഞ്ഞിരിക്കണത്, ആദ്യം ഉടമ്പടി തന്നപ്പോൾ എന്താ പറഞ്ഞത്? ആദ്യം തന്നത് അനുതാപമാണ് തന്നത്. അനുതപിക്കുക എന്നാണ് പറഞ്ഞത്. അനുതപിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. അനുഗ്രഹം രണ്ടാമത്തതാണ്. ആദ്യം അനുതാപമാണ് തന്നിരിക്കുന്നത് 2015. അപ്പോൾ അനുതാപത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാത്തോളം കാലം ഞാൻ നിങ്ങളെ കൈവെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഇവരെല്ലാം നിങ്ങളെ ഇങ്ങനെ സ്ക്രൂട്ടണി ചെയ്യണത്. ഓരോ ചീട്ടൊക്കെ നോക്കത്തില്ലേ, നിങ്ങൾ ഷെയർ ചെയ്തതാണോ ചോദിക്കുക. അച്ഛനെ കാണാൻ വരുമ്പോൾ അവിടെ 300 പേരൊക്കെയാണ് നിൽക്കണം കാണാൻ വേണ്ടി. അപ്പോൾ അവരൊക്കെ 3 പേരെ ഇരുത്തിയിട്ടുണ്ട് അവിടെ. അവരെ നിങ്ങളെ മൊബൈൽ കാണിക്കണം. നിങ്ങൾ യൂട്യൂബ് വചനം ഷെയർ ചെയ്തതാണെന്ന് നോക്കാൻ വേണ്ടി യൂട്യൂബ് കാണിക്കാൻ പറയും, മൊബൈൽ കാണിക്കാൻ പറയും. അപ്പോഴെന്താ സംഭവം? അവർ ഇത് സബ്സ്ക്രൈബ് പോലും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ ധ്യാനം കേൾക്കണത്? ഇതിൻ്റെ ഏറ്റവും മസ്റ്റാണ് അത് എല്ലാ ചൊവ്വാഴ്ചയും ധ്യാനം കേൾക്കുക എന്നുള്ളത്. കാര്യം ഉടമ്പടി ഈ ലോകത്ത് ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഉടമ്പടി കൂടി ദൈവം നൽകുന്നത് പുതിയ അപ്ഡേഷൻസ് വരണത് അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ധ്യാനം കേൾക്കാതെ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ ചില ആൾക്കാർ അച്ഛനെ കാണാൻ വേണ്ടി ചീട്ടെടുത്തതിന് ശേഷം മക്കളെയൊക്കെ കെട്ടി വിളിച്ചുകൊണ്ട് വരും. അപ്പം ഞാൻ മക്കളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് ഈ ഉടമ്പടി ഇൻവെസ്റ്റ്മെൻറ്റ്? നിങ്ങൾ അമ്മയുടെ കൂടെ രോഗികളെ കാണാൻ പോയോ? നിങ്ങൾ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുത്തോ? നിങ്ങൾ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുത്തോ? ഒന്നും ചെയ്തിട്ടില്ല. അമ്മയുടെ കൂടെ മുട്ടയെന്ന് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലിയോ? ഒന്നും ചെയ്തില്ല. വണ്ടി വിട്ടേക്കാൻ പറയും. എന്തിനാ അങ്ങനെ ചുമ്മാ? ഞാൻ പറഞ്ഞ്, ഈ മരക്കൈനെ കൊണ്ട് നിങ്ങൾ പാമ്പ് പിടിപ്പിക്കരുത്. അത് അമ്മയാണ് മരക്കൈനാണ്. അമ്മയെ കൊണ്ട് പാമ്പ് പിടിപ്പിക്കും, അമ്മയെ കൊണ്ട് ഉപവസിപ്പിക്കും, അമ്മയെ കൊണ്ട് രോഗികളെ കാണും. ഇവളൊന്നും ചെയ്യത്തുമില്ല. അമ്മ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ തന്നെ ഇവളവിടെ ഇരുന്നുകൊണ്ട് സുവോളജി പഠിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അച്ഛനെ കാണാൻ വരുമ്പോൾ അവളും കൂടെ വരും. ഞാൻ പാക്ക് ചെയ്ത് വിടും. അല്ലെങ്കിലും മര്യാദകൾ കുറിച്ചുരൂപം കൈ കൊടുത്തിട്ട് ഞാൻ പറയും, നീ സത്യം ചെയ്യും, അമ്മ പറഞ്ഞിരിക്കണം അത്രയും ഉടമ്പടിയുടെ കാര്യങ്ങൾ ഞാനിനി ഏറ്റെടുത്ത് ചെയ്തോളാമെന്ന്. അമ്മനെ നിങ്ങൾ ആൾക്കാരൊക്കെ പൊക്കിക്കൊണ്ട് വരുമ്പോൾ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയാണിത്. അല്ലാതെ ഇത് അനുഗ്രഹ കൈവപ്പ് പ്രാർത്ഥനയല്ല, തീർത്ഥാടന പള്ളിയല്ല ഇത്. തീർത്ഥാടനത്തിൻ്റെ ഉദ്ദേശത്തിൽ ആരും കൃപാസനത്തിൽ വരേണ്ട കാര്യമില്ല. അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ വാഗ്ദാനത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്കിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു രീതിയിലാണ്. അത് നമുക്ക് ഇട്ടിരിക്കുന്നത് ആ വ്യക്തികൾ അതനുസരിച്ച് ദൈവത്തിൻ്റെ വ്യക്തികളായി മാറണം. ആ ദൈവത്തിൻ്റെ വ്യക്തികളായി മാറിയിട്ട് ആദ്യം വ്യക്തികൾ വിശുദ്ധീകരണം നടക്കണം, 2ാം ഘട്ടത്തിൽ വ്യക്തികളുടെ ശക്തീകരണം നടക്കണം,
മൂന്നാം ഘട്ടത്തിൽ വ്യക്തികളിൽ സാക്ഷീകരണം നടക്കണം. അപ്പം ഞങ്ങൾ എപ്പോഴും നോക്കണത് അതാണ്, സാക്ഷ്യം പറഞ്ഞാണോ ചോദിക്കും. പക്ഷേ കാണാം ചിലർക്ക് ഭയങ്കര തിടുക്കമാകുമ്പോൾ ചോദിക്കും, എത്ര നാളെ ഉടമ്പടി എടുത്തിട്ട്? 6 മാസം. സാക്ഷ്യം പറഞ്ഞില്ല, വണ്ടി എടുക്കാൻ പറയാം. അപ്പോൾ തന്നെ ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരു വ്യക്തിയെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കത്തുള്ളൂ, സ്വീകരിക്കാൻ പറ്റുമെന്ന് നോക്കണത്. എന്താ കാര്യം? ഉടമ്പടിയുടെ കാവൽക്കാരാണ്. ഉടമ്പടിയെ ദൈവം നൽകിയത് അത് നടപ്പിൽ വരുത്താൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഞങ്ങളിത് കാര്യങ്ങളെല്ലാം തിരക്കും. നിങ്ങൾ ഉടമ്പടിയിലാണോ ജീവിക്കുന്നത്? ഉടമ്പടിയുടെ സാക്ഷ്യത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? ഉടമ്പടിയുടെ പവറിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? ആദ്യം സുവിശേഷമാകണം, പിന്നെ സുവിശേഷം ഏകണം. അപ്പം അതനുസരിച്ചുകൊണ്ട് നിങ്ങൾ ആദ്യം വിശുദ്ധീകരിക്കണം. വിശുദ്ധീകരിച്ച് കഴിയുമ്പോൾ ദൈവം നിങ്ങളെ ശക്തീകരിച്ച് കഴിയുമ്പോൾ നിങ്ങൾ സാക്ഷികളായി മാറണം. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവ് ദൈവമേ, ഉടമ്പടിയിലൂടെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് ദൈവാനുഭവം ഉണ്ടായി. ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളെ നിന്റെ സാക്ഷികളായി ഉയർത്തണമേ. ഞങ്ങളെ നിന്റെ സാക്ഷിയായി ഉയർത്തണമേ. ശ്രുതികടേ യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. പീഠകമേ സ്വർഗീയ കുംഭലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, വാഗ്ദാന പീഠകമേ സ്വർഗീയ കുംഭലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. എഴുന്നേൽക്കുക, എല്ലാവരും എഴുന്നേൽക്കുക. ക്യാൻസർ രോഗികളുണ്ടെങ്കിൽ അവർ ക്യാൻസറിൻ്റെ സ്ഥലത്ത് കൈവെക്കുക. കർത്താവ് നിന്നെ ഇപ്പോൾ സ്പർശിക്കാം. നിനക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവനാണ് അവൻ. അവരുടെ ബോധം നിന്നെ നയിക്കണം. അതാണ് അഭിഷേകത്തിൻ്റെ ആധാരം. കിഡ്നി രോഗികൾ നടുവിൽ കൈവെക്കുക, കിഡ്നിയിൽ കൈവെക്കുക. നിൻ്റെ ക്രിയാറ്റിൻ നോർമലാകാൻ ഈശോ ആശീർവദിക്കുന്ന സമയമാണ്. ഉദരത്തിൽ സിസ്റ്റുള്ളവർ, PCOD-ക്കാർ, ഗർഭാശയത്തിൽ കുരുക്കളുള്ളവർ, ഫെല്ലോപ്പിയൻ ട്യൂബിൽ ബ്ലോക്കുള്ളവർ, ട്യൂബിൽ ഗർഭം ധരിച്ചിട്ട് ഒരു ട്യൂബ് എടുത്ത് കളഞ്ഞവർ, ബാക്കി അവശേഷിക്കുന്നൊരു ട്യൂബ് കൊണ്ട് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ വേണ്ടി കണ്ണീരിട്ട് പ്രാർത്ഥിക്കുന്നവർ വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. എൻ്റെ മക്കൾ സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. കർത്താവേ, ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ, അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നതിന് നന്ദി പറയുന്നു. ഇപ്പോഴാരെല്ലാം എവിടെയെല്ലാം വയറ്റി കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവോ, വാസ്തവത്തിലും ഓൺലൈനിലും പ്രാർത്ഥിക്കുന്നവരെ കർത്താവേ, ഈശോ നിന്റെ തിരുമുറിവാർന്ന ആണിപ്പെടുതാറുന്ന അത്ഭുതകരത്താൽ ഈശോയെ അവരെ സ്പർശിക്കണമേ. അടിപ്പിട പോലെ, വൈദാഘാതം പോലെ ദൈവികമായ ശക്തി ആരാധന പ്രസരിക്കട്ടെ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ജീവനെ നട്ടലിൻ്റെ കശയിൽ അടർന്നവര്, തിരിഞ്ഞിരിക്കുന്നവര്, നടുവല് വളഞ്ഞിരിക്കുന്നവര്, നെഞ്ചു തൊട്ട് കഴുത്ത് തൊട്ട് മൂടല് വരെ വല്ലാത്ത മിന്നിപ്പിടുത്തം വേദനയുള്ളവര്, നീരിറക്കം മാറാത്തവര്, പതകിൽ നീരോടിക്കേറുന്നവര്, ഭുജങ്ങളിൽ നീര് വീഴുന്നവരെല്ലാം കുഞ്ചിക്ക് പിൻകഴുത്തിൽ കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുടിപേറ്റവനെ, ഞങ്ങൾക്ക് മുൾക്കിടം ചൂടിയവനെ, കർത്താവെ, അടിപ്പിട പോലെ വൈദാഘാതം പോലെ
ദൈവികമായ ശക്തി ഇറങ്ങട്ടെ. I command you in the name of Jesus Christ to be healed. യേശുവേ നന്ദി. ഹല്ലേലൂയ. മക്കളെ, കല്യാണം ഒത്തുവരാത്തവരെ ഈ മോതിരവിരലിലെ പിടിച്ച് കർത്താവിനത് ഏൽപ്പിക്കണം. കല്യാണം ഒത്തുവരാത്തവര്, ഇപ്പൊ കല്യാണത്തിന് വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവര്, ഭാര്യയും ഭർത്താവും വർഷങ്ങളായിട്ട് അകന്നിരിക്കുന്നവര്, അന്യരാജ്യങ്ങൾ, രണ്ടുപേരും രണ്ട് രാജ്യങ്ങളിലായിരിക്കുന്നവർ, എപ്പോഴും സംസാരിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കുന്നവർ, ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നവർ, സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നവർ, ഇപ്പോൾ കോടതി കേസുള്ളവർ ഒക്കെ ഈ മോതിര വിരലിൽ പിടിച്ചിട്ട് ഒരു കാലത്ത് കർത്താവ് നിന്നെ സാക്ഷിയാക്കിയാണ് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്ന് ഈ ബന്ധം, ഈ ഉടമ്പടി ചെയ്തത്. ഈ ഉടമ്പടി വിരലാണിത്, എൻ്റെ മോതിര വിരല് ഉടമ്പടി വിരല. ഈ ഉടമ്പടി വിരല് കർത്താവ് ഞാൻ നിനക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, അന്ന് നീ എനിക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ, അൾത്താറയിൽ വെച്ച് എന്നിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ, കാലങ്ങൾ ഏതെങ്കിലും കാലത്ത് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഒക്കെ ഞങ്ങൾ അകലുകയും ചെയ്തു, പിരിയുകയും ചെയ്തു. കർത്താവെ, ഇപ്പോഴുള്ള അവസ്ഥയിൽ കർത്താവെ, വരപ്രസാദം നഷ്ടപ്പെടാതെ ജീവിക്കാൻ അങ്ങയുടെ തിരുമനസ്സാണെങ്കിൽ ഞങ്ങൾ ഐക്യപ്പെടുത്തണം. അല്ലെങ്കിൽ പാപമില്ലാതെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ജീവിത സാഹചര്യം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഒരു ബെറ്റർമെന്റിന്റെ ഓപ്പറേഷൻ ഉള്ളവര് കർത്താവ് കാണിച്ചു തരുന്നതാണ് കേട്ടോ പ്രാർത്ഥനയായി മാറണത്. ഇപ്പോഴും കർത്താവ് ഒരു കത്രികയാണ് കാണിച്ചു തരുന്നത്. ദാറ്റ് മീൻസ് ഒരു ഓപ്പറേഷന് വിധേയമാകാൻ പോകുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുക. ഓർക്കുക, ഈ ധ്യാനം എക്കാലങ്ങളിൽ നിങ്ങൾ കൂടുന്നുവോ അപ്പോഴെല്ലാം ഈ ഉള്ള ആൾക്കാർക്ക്, ഇത്തരം ആൾക്കാർക്ക്, ആ കാലങ്ങളിൽ ഓപ്പറേഷനിൽ വഴിക്ക് പോകുന്ന ആൾക്കാർക്ക് ഇത് തീർച്ചയായിട്ടും തുണയായി മാറും, കർത്താവിൻ്റെ കരുതലായി മാറും. ഇപ്പോൾ പ്രസവത്തിൻ്റെ സിസേറിയനായാലും ശരി, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ അവയവങ്ങളുടെ ഏതെങ്കിലും ഓപ്പറേഷൻ ആയാലും ശരി, എല്ലാ ഓപ്പറേഷനിലും കർത്താവ് പരിശുദ്ധ അമ്മ തിയേറ്ററിൽ വരുവാനും നിന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോക്ടറിനെ കർത്താവ് അഭിഷേകം ചെയ്യാനും അവിടെ എല്ലാം ഉപയോഗിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെൻറ്റുകൾ കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും വേണ്ടി നീ എന്ത് അവസ്ഥയിലാണോ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിച്ചത്, അതിൻ്റെ പോസ്റ്റ് ഓപ്പറേഷൻ പീരീഡിൽ നീ അതിനേക്കാൾ പവർഫുള്ളായിട്ട് സർവശക്തിയോടുകൂടി നിന്റെ ജീവിത ദൗത്യത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി സ്തുതിക്കട്ടെ. കർത്താവേ, ഓപ്പറേഷനിലേക്ക് പോകാൻ പോകുന്ന എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനം എപ്പോഴെല്ലാം, എവിടെയെല്ലാം, ആരെല്ലാം എപ്പോഴെല്ലാം കൂടുന്നുവോ കാലങ്ങളെല്ലാം നടക്കുന്ന മുഴുവൻ ഓപ്പറേഷൻ തിയേറ്ററുകളെ, ആ വ്യക്തികളെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ICU ആയിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, വെന്റിലേറ്ററിലായിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അതിൻ്റെ ഉറ്റവരെ ബൈസ്റ്റാൻഡേഴ്സിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ഒരു മറുപടി കിട്ടാതെ എല്ലാം ഇങ്ങനെ മെഷീനിലേക്ക് നോക്കിക്കൊണ്ട് വേദനിച്ച് കവണ്ട് നോർമലായോ എന്ന് വിചാരിച്ചുകൊണ്ട് വേദനിച്ചിരിക്കുന്ന ബന്ധുക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അതേ അവരെ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ കാറ്റ് വീശി അടിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മായ കാറ്റ് വീശി അടിക്കട്ടെ. കർത്താവേ, റൂഹ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന് ജീവൻ നൽകിയ പരിശുദ്ധാത്മാവിന്റെ ശക്തിവിശേഷം ജീവൻ സമൃദ്ധമായി നൽകുന്ന യേശു ക്രിസ്തുവിന്റെ പരിപാലനം നിന്നെ അഭിഷേകം ചെയ്യട്ടെ. മക്കളെ, ഉള്ളംകാലിനെ പിടിക്കണം, തള്ളവിരലിൽ നിന്ന് പിടിക്കണം, കാലിൻ്റെ തള്ളവിരലെ പിടിക്കണം. പിന്നെ ഒരു കൈ കൊണ്ട്, ഇടത് കൈ കൊണ്ട് കാലിൻ്റെ ഒരു തള്ളവിരലെ പിടിക്കണം. വലത് കൈ നിൻ്റെ ഉച്ചിയിൽ വെക്കണം. ഉച്ചി മുതൽ ഉള്ളംകാല് വരെ നിൻ്റെ അവയവങ്ങളിലുള്ള കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം കയറി ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിൻ്റെ ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങളും അതിൻ്റെ മൂലകാരണങ്ങളും കർത്താവെ, മക്കൾ ഉള്ളംകാല് മുതൽ ഉച്ച വരെ നിനക്ക് സമർപ്പിക്കണം ഈശോയെ. അതിൽ യൂട്രസ് ഉണ്ട്, മൂത്രാശയങ്ങളുണ്ട്, ഗർഭാശയങ്ങളുണ്ട്, നടുവിലുണ്ട്, ഇടുപ്പിലുണ്ട്. കർത്താവെ, ഏതെല്ലാം ഞരമ്പുകൾ ബ്ലോക്കായിട്ടുള്ള ഞരമ്പുകളുണ്ട് ഈശോയെ. അതുപോലെ തന്നെ കർത്താവ്, പല മക്കൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈശോയെ. ശ്വാസകോശ രോഗങ്ങൾ, കരൾ രോഗങ്ങൾ ഈശോ അനുഭവിക്കുന്നുണ്ട് ഈശോയെ. പങ്ക്രിയാസ് രോഗങ്ങൾ കർത്താവെ, കുടലിൻ്റെ കുരുക്കൾ കർത്താവെ,
അൾസർ പോലെയുള്ള രോഗങ്ങൾ, RSS പോലെയുള്ള രോഗങ്ങൾ ഈശോയെ, തൊണ്ടയുടെ ക്യാൻസർ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസൈറ്റ് രോഗങ്ങൾ, സ്പോണ്ടിലോസിസിൻ്റെ രോഗങ്ങൾ ഈശോയെ, കർത്താവ്, എൻസഫാലോയുടെ ഡിസീസുകളെല്ലാം കർത്താവേ, ഇതുപോലെ മുഴുവൻ രോഗങ്ങൾ ഈശോ വിശുദ്ധ രക്തം, അവൻ്റെ വിശുദ്ധമായ രക്തത്താലാണ് നമ്മൾ വീണ്ടെടുത്തത് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന കർത്താവേ. ആ വിശുദ്ധമായ രക്തം കർത്താവേ, ഉള്ളംകാല് മുതൽ എല്ലാ കാലഘട്ടത്തിലേക്കാളും ഏറ്റവും വലിയ ഔഷധമായ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തം ആത്മാവിനെപ്പോലും കഴുകി വിശുദ്ധീകരിച്ച കർത്താവിൻ്റെ രക്തത്താൽ കർത്താവെ, രോഗികളെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ, ചെവിക്ക് കേൾവിക്കുറവുള്ളവർ, സംസാരിക്കാൻ നിവൃത്തിയില്ലാത്ത കർത്താവെ, ഗർഭമില്ലാത്ത മക്കൾ കർത്താവ്, ഗർഭിണിയാകാൻ പറ്റാത്ത മാനസികാവസ്ഥകളുള്ളവരും ശാരീരിക അവസ്ഥയുള്ളവർ കർത്താവെ, അവരെല്ലാം നീ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിൻ്റെ തിരുമുറിവാർന്ന വലതുകരം കർത്താവ് ഉള്ളംകാലം ഉച്ചവരെ കർത്താവെ സ്പർശിക്കട്ടെ എന്ന് മക്കളെ സ്തുതിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ 36 കൊല്ലം അർപ്പിച്ച കുർബാനയുടെ ശക്തിയായ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്താൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറട്ടെ. സ്തുതിക്കട്ടെ. You be healed. Hallelujah. Sign with the sign of cross. So that you are again suffering from the same disease. Thank you, Jesus. ഇപ്പോൾ നമ്മളൊരു യാത്രയ്ക്കുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരീക്ഷയ്ക്കുള്ളവരെ, ഈ ആഴ്ചയിൽ ഇൻ്റർവ്യൂ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പോകുന്നവരെ, യാത്ര ചെയ്യാൻ പോകുന്നവരെ, വിദേശ യാത്ര, വിദൂര യാത്ര, അതുപോലെ തന്നെ പലതരത്തിലുള്ള കോടതി കേസുകൾ, തർക്കങ്ങൾ, സമരിയാകുന്ന ചർച്ചാ സമ്മേളനങ്ങൾ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാഗോടമ്പടി നടക്കാത്തവർ, അതിൽ തർക്കപ്പൊരിടമുള്ളവർ, സ്ഥലം വിറ്റ് മാറ്റാൻ പറ്റാത്തവർ, സ്ഥലം വാങ്ങിക്കാൻ പറ്റാത്തവർ, വീട് വെക്കാൻ പറ്റാത്തവർ, വാടക താമസിക്കുന്നവർ, ഒറ്റയ്ക്കും പാട്ടത്തിനും താമസിക്കുന്നവർ, ഇൻ്റർവ്യൂ ടെസ്റ്റ് എഴുതിയതിനു ശേഷം റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, സർട്ടിഫിക്കറ്റ് വിത്ത് ഹെൽഡായി പോയവർ, വിദേശ രാജ്യങ്ങളിലെ പഠനം പൂർത്തിയാക്കാതെ പോരേണ്ടി വന്നവർ, തിരിച്ചു പോകേണ്ടി വരുന്ന അവസ്ഥയിൽ പണമില്ലാതെ വിഷമിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിലെ പഠനങ്ങൾ കർത്താവെ, ഓഫർ ലെറ്റർ വന്നു, അതേസമയം തന്നെ വിസ വരാത്തവർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിലെ ഈ ആഴ്ചയിലെ ഇൻ്റർവ്യൂവും ടെസ്റ്റും വ്യത്യസ്തമായ പ്രധാനപ്പെട്ട ഡേറ്റുകളുള്ളവർ, ഇന്ന ഡേറ്റുകൾ സമയമുള്ളവർ, ആ സമയത്ത് കർത്താവ് പ്രവർത്തിച്ചില്ലെങ്കിൽ അവിടെ ജീവിതം കുരുങ്ങിപ്പോകുന്നവരെല്ലാവരും സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.
ഹല്ലേലൂയ